ഹലോ, എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. അതുപോലെ ഈ സംവാദത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാസ്റ്റിക്സ് നേഷൻ സംഘടിപ്പിക്കുന്ന യൂത്ത് ഫ്രീ തിങ്കേഴ്സ് ഫെസ്റ്റിവലിൽ സംവരണം ഒരു സംവാദ വിഷയമായി തിരഞ്ഞെടുത്തതിൽ ഏറെ സന്തോഷമുണ്ട്. അതിൻ്റെ സംഘാടകരെ അതിന് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. സംവരണത്തിൻ്റെ നീതിശാസ്ത്രം എന്നതാണ് നമ്മുടെ സംവാദ വിഷയം. സംവരണം എല്ലാ കാലത്തും ഒരു ബേണിംഗ് സബ്ജക്റ്റാണ്. അതോടൊപ്പം തന്നെ വളരെ സെൻസിറ്റീവായ സബ്ജക്റ്റാണ്. നമ്മുടെ ഇന്നത്തെ സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക് സെനാറിയോയിൽ സംവരണം വലിയ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് സുവ്യക്തമാണ്. നിർഭാഗ്യവശാൽ ഈ സംവരണം പലപ്പോഴും പോസിറ്റീവായിട്ടല്ല ചർച്ച ചെയ്യുന്നത്. അത് പലപ്പോഴും നെഗറ്റീവായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. മാത്രമല്ല, സംവരണവുമായി ബന്ധപ്പെട്ട് എന്നും വിവാദങ്ങളാണ്. സംവരണം ശരിയാണോ തെറ്റാണോ എന്നുള്ള വിവാദം ഇങ്ങനെ ആളി കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും സംവരണം തന്നെ രണ്ട് തരത്തിലുണ്ടല്ലോ. അതായത് ജാതി സംവരണമുണ്ട്, സാമ്പത്തിക സംവരണമുണ്ട്. അപ്പോൾ ജാതി സംവരണത്തിന് അനുകൂലമായിട്ട് കുറേ ആൾക്കാർ വാദിക്കുന്നുണ്ട്. അതുപോലെ സാമ്പത്തിക സംവരണത്തിന് വേണ്ടിയും വാദിക്കുന്നുണ്ട്. പിന്നെ സാമ്പത്തിക സംവരണമാണ്, അതായത് സംവരണവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം അന്ധവിശ്വാസങ്ങളുണ്ട്, തെറ്റിദ്ധാരണകളുണ്ട്. അപ്പം നമ്മൾ അത്തരം കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സംവരണം നീതി അർഹിക്കുന്ന ഒരു സംവിധാനമാണോ? കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സംവരണം ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. സംവരണമെന്ന ആശയം തീർച്ചയായിട്ടും ഒരു ഇന്ത്യൻ ഒറിജിൻ സാധനമല്ല. കാരണം വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നത്, നമ്മുടെ ഭരണഘടനയിലെ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഏറ്റവും മഹത്തായ ഒരു സംഗതിയാണ് സംവരണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഒരു ഇന്ത്യൻ ഒറിജിൻ ആകാൻ യാതൊരു ന്യായവും കാണുന്നില്ല. കാരണം ഈ നമ്മുടെ മഹത്തായ ആശയങ്ങളൊന്നും ഇന്ത്യനല്ല. ഇപ്പം നമ്മുടെ മുന്നിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, അതുപോലെ ജനാധിപത്യം, ബഹുസ്വരത, മതേതരത്വം എന്ന് തുടങ്ങി ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന പല ആശയങ്ങളും അത് ഇന്ത്യനല്ല. ജനാധിപത്യം എന്ന ആശയം പോലും ഇന്ത്യക്കാരെ സംബന്ധിച്ച് പുതിയതാണ്. അപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റ് നിന്നുകൊണ്ടാണ് നമ്മൾ സംവരണത്തിൻ്റെ നീതി അല്ലെങ്കിൽ സംവരണം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വിവക്ഷിക്കുന്നത് അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വയ്ക്കുന്നത്. സംവരണത്തെ സംബന്ധിച്ച് അതിൻ്റെ ഒരു അടിസ്ഥാന സങ്കല്പത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞുകൊണ്ട് മൈക്ക് എനിക്കിപ്പോൾ ഇരിക്കുന്ന അനുമോന് കൊടുക്കുന്നതാണ്. സംവരണത്തിന് ഒരു വലിയൊരു ചരിത്രമുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. സംവരണമെന്ന ആശയം എങ്ങനെയാണ് മഹത്തരമാവുന്നത് എന്നത് അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രത്യേക കോണ്ടെക്സ്റ്റിൽ, ഇന്ത്യയുടെ പ്രത്യേക കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്തും ഇല്ലാത്ത വിധം ഉള്ളൊരു സാമൂഹിക വ്യവസ്ഥ, ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു പ്രത്യേക സാമൂഹിക വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അതിന് സമാനമായൊരു വ്യവസ്ഥ മറ്റൊരിടത്തുമില്ല. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അപ്പാർത്തൈഡാണ്. കറുത്തവരും വെളുത്തവരും എന്നുള്ള ഒരിതാണ് വരുന്നത്. അമേരിക്കയിൽ അതിനെ നേരിടുന്നതിന് അപ്പാർത്തൈഡ് അല്ല, നമ്മുടെ അഫർമേറ്റീവ് ആക്ഷനുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ അത് സംവരണം നിലയ്ക്കാണ് വരുന്നത്. അപ്പോൾ എങ്ങനെ സംവരണം കടന്നു വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംവരണത്തിൽ വലിയൊരു ചരിത്രമുണ്ട്. ഞാൻ അതൊന്നും ദീർഘമായിട്ട് സൂചിപ്പിക്കുന്നില്ല. എന്തായാലും സംവരണം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ കടന്നു വന്ന ഒരു എങ്ങനെയാണെന്ന് മാത്രം വിശദീകരിച്ചുകൊണ്ട് ഞാൻ ആദ്യ ഘട്ടത്തിലെ സംസാരം അവസാനിപ്പിക്കാം. ഇത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ വളരെ ചൂടേറിയ ചർച്ചകൾക്കൊടുവിലാണ് സംവരണം എന്ന സംഗതി അംഗീകരിക്കപ്പെടുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ട് സ്വാഭാവിക നീതി ഒരാൾക്കും കിട്ടില്ല
എന്ന് വ്യക്തമായി ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ എല്ലാവർക്കും സ്വാഭാവിക നീതി ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു ഭരണഘടനാ മെക്കാനിസം എന്ന നിലയ്ക്കാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അതിന് അംഗീകാരം കിട്ടുന്നത്. അത് ശരിയാണെന്ന് ഏതാണ്ട് സ്വാതന്ത്ര്യം കിട്ടി 75 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം സ്വാഭാവിക നീതി കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട്, അതായത് ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന നികൃഷ്ടമായൊരു വ്യവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ വിഭവങ്ങൾ, അധികാരങ്ങൾ, പദവി, വിദ്യാഭ്യാസ അവസരം, തൊഴിൽ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ സ്വാഭാവിക നീതി, ഡ്യൂ ഷെയർ എല്ലാവർക്കും കിട്ടില്ല എന്ന് എല്ലാവർക്കും കിട്ടുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് അത് ഉറപ്പുവരുത്തുന്ന ഒരു ഭരണഘടനാ മെക്കാനിസമായിട്ടാണ് നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ സംവരണം നിലനിൽക്കുന്നത്. ഇതാണ് പ്രാഥമികമായിട്ട് എനിക്ക് പറയാനുള്ളത്. വഴിയെ മറ്റിതര കാര്യങ്ങൾ, സംവരണത്തിൻ്റെ മറ്റിതര കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ സംവരണം എന്ന ആശയത്തെ സംബന്ധിച്ച് ആരും അങ്ങനെയാണ് കമൻറ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നാസ്തിക് നാഷൻസിന് ഒരു പിന്നെ എൻ്റെ ഒരു കൃതാർത്ഥത അറിയിക്കുകയാണ്. എന്നെ ഈ ഒരു വേദിയിലോട്ട് ഈ ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടി ക്ഷണിച്ചതിനും അതോടൊപ്പം തന്നെ മുരളി സാറുണ്ട്. മുരളി സാറുമായിട്ട് വേദി പങ്കിടാൻ കഴിഞ്ഞതിൽ വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്നതിന് മുന്നായിട്ട് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയത്, ഞാൻ രാവിലെ മുതൽ ഇവിടെ ഇരിക്കുമായിരുന്നു, നമ്മുടെ തൊട്ട് മുമ്പത്തെ നമ്മുടെ പ്രാസംഗികൻ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വേദി എനിക്ക് എങ്ങനെ തോന്നിയെന്ന് പറഞ്ഞാൽ, ഞാനൊരു സ്കൂളിലിരിക്കുകയും സ്കൂളിൽ പിന്നെ സയൻസ് ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൻ്റെ നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഒരു സയൻസിൻ്റെ സാർ ആ സമയത്ത് കയറി വരികയും അദ്ദേഹം നമ്മളടുത്ത് സയൻസ് വിഷയങ്ങളെപ്പറ്റി സംവദിക്കുകയും ചെയ്തു. പക്ഷെ നമ്മളുടെ ചോദ്യങ്ങൾ മുഴുവൻ സോഷ്യൽ സയൻസിൽ നിന്ന് തന്നെയായിരുന്നു. ഇത് വളരെ നമ്മളത് അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുകയും അവിടെ ഇത്തരത്തിലുള്ള പിന്നെ പീരീഡുകൾ മാറി വരുന്ന സംവിധാനങ്ങൾ കണ്ട് വളർന്നു വന്ന രീതിയിൽ എനിക്ക് വളരെയധികം വൈശാഖൻ തമ്പി സാറിൻ്റെ പ്രഭാഷണവും അദ്ദേഹത്തിൻ്റെ കൺവെർസേഷനും കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ ഞാനത് എൻ്റെ ഒരു ആകാംക്ഷ, ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തുണ്ടായ ഒരു ആകാംക്ഷ പറഞ്ഞു എന്നുള്ളൂ, അതുപോലെ തോന്നി എനിക്കെന്നാണ് കാര്യം. അത് തന്നെ സൂചിപ്പിക്കുന്നത് നമ്മൾ ഈ ഞാനും മുരളി സാറും സംസാരിക്കുന്ന വിഷയത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് എപ്പോഴും സംസാരിക്കുന്നത്. നമ്മൾ ശാസ്ത്രബോധമുള്ള ഒരു സമൂഹമെന്ന് വിചാരിക്കുന്നു, എന്നാൽ നമ്മളെപ്പോഴും കോറിലേറ്റ് ചെയ്യുന്നത് ഒരു മതധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ്. മതധാർമ്മികത എപ്പോഴും ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ മതധാർമ്മികത എപ്പോഴും നമ്മളുടെ അടുത്ത് സംസാരിക്കുന്നത് വേർതിരിവിൻ്റെ രാഷ്ട്രീയമാണ്. ആ വേർതിരിവിൻ്റെ രാഷ്ട്രീയത്തെയാണ് ഭക്തി എന്ന രീതിയിൽ നമുക്ക് അരച്ചു കലക്കി തന്നത്. ഓൾറെഡി നമുക്കതുണ്ട്. അപ്പം അതിൻ്റെ ആ ഭക്തി അല്ലെങ്കിൽ ആ പറയുന്ന മതധാർമ്മികതയുടെ ഒരു ബൈ പ്രോഡക്റ്റാണ് സംവരണം എന്ന് പറയുന്ന വിഷയം. ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മനസ്സിലാക്കലാണ്, എൻ്റെ പെർസെപ്ഷനാണ്. ഇപ്പോൾ സാറ് ഇപ്പോൾ എന്താണ് നമ്മൾ സംവരണം എന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഗ്നോർ ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന രീതിയിലാണ് എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഞാനൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റാണ്. കഴിഞ്ഞ 8 വർഷത്തിലധികമായി ബാംഗ്ലൂരിൽ ഒരു IT പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനൊരു നെറ്റ്വർക്ക് എഞ്ചിനീയറാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള BTech പഠിച്ച് അത് കഴിഞ്ഞ് MTech പഠിച്ച് അത് കഴിഞ്ഞ് വിവിധ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് തുടങ്ങാം. രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങൾക്കൊരു 10-40ഓളം ആൾക്കാരുടെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് സംവദിക്കുന്നത്. എക്സിറ്റ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? എക്സിറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഞാൻ ഈ പോസ്റ്റ് ഇപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു വേരി നാസ്റ്റിംഗേഷൻസ് തരികയും ഞാൻ ഫ്രീ തിങ്കേഴ്സിൻ്റെ ഫോറമിലും അംബേദ്കർ ബ്രാൻഡെന്നും മീഡിയ ഒളിഗാർക്കി എന്നുള്ള വിഷയങ്ങളൊക്കെ സംവദിച്ചിട്ടുണ്ട്. അപ്പം അത്തരം പോസ്റ്റുകളൊക്കെ ഞാൻ ഇടാറുണ്ടായിരുന്നു. അതുമാതിരി തന്നെയാണ് സംവരണത്തിൻ്റെ നീതിശാസ്ത്രം എന്ന് പറയുന്ന ഒരു പോസ്റ്റ് മുരളി സാറും ഞാനും സംവദിക്കുന്നതിൻ്റെ ഒരു പോസ്റ്റ് എൻ്റെ ഈ പറയുന്ന എലൈറ്റായിട്ട് ഞാൻ കരുതുന്ന വിദ്യാഭ്യാസം നേടിയ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് ഇടുകയാണ്, ഒരു ഫ്രട്ടേണിറ്റിക്കകത്ത് ഇടുകയാണ്. അപ്പം അവിടെ എൻ്റെ കൂടെ പഠിച്ചതിന് ശേഷം 10 വർഷത്തോളമായി 10-15 വർഷമായി ജോലി ചെയ്യുന്ന, വിദേശങ്ങളുൾപ്പെടെ ജോലി ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കൾ അവരതിൽ വളരെയധികം വിഷണരാവുകയാണ്. എന്തിനാണ് നീ ഇത്തരത്തിലുള്ള ജാതി പറയുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒപ്പോസ് ചെയ്യുന്ന തരത്തിൽ മെസ്സേജുകൾ ഇട്ടു. അപ്പം എനിക്ക്
എൻ്റെ പിന്നെ ഒരു വിഷമം പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ എക്സിറ്റ് ചെയ്യേണ്ടി വന്നു. ഞാനതിൽ പറഞ്ഞ വിഷമം എന്ന് പറയുന്നത്, നമ്മളൊക്കെ അപ്പോൾ അവർ ചോദിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെയൊക്കെ വീടുകളിലെ പുതിയ തലമുറയെ പറ്റി ഞാൻ പറയുന്നത്, നിങ്ങളുടെയൊക്കെ വീടുകളിൽ എൻ്റെ അതേ പ്രായത്തിലുള്ളവരോ അല്ലെങ്കിൽ അതിന് താഴെയുള്ളവരുടെ ആൾക്കാർ സംവരണം എന്ന് നിങ്ങൾ ഇനി പറയും പോലെ ജാതി തിരിച്ച് നീ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനും സംസാരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഞങ്ങൾ ജാതിപരമായിട്ട് അനുമോഹൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടോ? അനുമോഹൻ്റെ അടുത്ത് ആ രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ? നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ലേ? നമ്മൾ ഒരുമിച്ച് ഒരു വീട്ടിൽ പോയിട്ടില്ലേ? എൻ്റെ വീട്ടിൽ നീ കിടന്നുറങ്ങിയിട്ടില്ലേ? നിൻ്റെ വീട്ടിൽ ഞാൻ കിടന്നുറങ്ങിയിട്ടില്ലേ? അപ്പോഴൊക്കെ ഞാൻ നിന്നെ ജാതിപരമായിട്ട് കണ്ടിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യനാണ് പുള്ളിക്കാരൻ അവർ ചോദിക്കുന്നത്. എൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ, ശരിയാണ്. ജാതി എന്ന് പറയുന്ന സാധനം വർക്ക് ചെയ്യുന്നത് വളരെ മൈക്രോ ലെവലിൽ. ഒരുപക്ഷെ ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഞാൻ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോകും, അവൻ എൻ്റെ വീട്ടിൽ വരും. പക്ഷെ ഞാൻ പോകുമ്പോഴോ അവൻ പോകുമ്പോഴോ അല്ലെങ്കിൽ അവൾ പോകുമ്പോഴോ ഉണ്ടാകുന്ന, നമ്മൾ പോയി കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാതാക്കളുടെ ഭാഗത്തു നിന്നാകാം, അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള തലമുറയുടെ ഭാഗം, അവൻ നമ്മുടെ ആളാണോ? അവൻ നമ്മുടെ ആളാണോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇൻവിസിബിൾ ഫോം ഓഫ് പ്രാക്ടീസിങ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആയിട്ടല്ല, അതൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ്, ഒരു സ്വാഭാവിക ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മുടെ ഇടങ്ങളിലുണ്ട്. കൂടെ കൊണ്ടാവുന്ന നമ്മുടെ സുഹൃത്തുക്കളിൽ ഒരല്പം കറുത്തിരിക്കുന്ന ആളുണ്ടെങ്കിൽ ഹീ ബിലോങ്സ് ടു ദളിത് കാറ്റഗറി എന്ന് ഒരു പെർസെപ്ഷൻസ് തന്നെ അവരിലുണ്ടാവും. അത് ചോദിച്ചുറപ്പ് വരുത്തുന്നത് വരെ അവർ നമുക്ക് ചോറ് വരി തരൂല എന്നല്ല പറയുന്നത്, അവർ നമ്മൾ അവരുടെ കൂട്ടുകാരായിട്ട് കാണുന്നില്ല എന്നല്ല പറയുന്നത്, ഇതെല്ലാം തന്നെ ഉണ്ടാകും. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ ആ ക്വസ്റ്റ്യൻസുകളിൽ മാത്രമായിട്ടല്ല. ഇപ്പോൾ എൻ്റെ ചേച്ചി ജോലി ചെയ്യുന്നത് ഒരു ബാങ്കിൽ എംപ്ലോയി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരത്തി ഒരു അസിസ്റ്റന്റ് മാനേജറാണ്. പുള്ളിക്കാരത്തേക്ക് ട്രാൻസ്ഫറായി ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ, ഞാനൊരു സിനിമാ കഥയല്ല പറയുന്നത്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസാണ് പറയുന്നത്. എടുക്കുന്ന സമയത്ത് 25,000 രൂപയാണ് വാടക, അഡ്വാൻസ് 5,000 രൂപ വാടക. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്തായിട്ടാണ്, നമ്മൾ ഒരു ഏരിയയിലാണ് ആ വീട് വാങ്ങിച്ചത്. എൻ്റെ അമ്മയും ഞാനും അല്ലെങ്കിൽ അച്ഛനും ഒക്കെ അവിടെ ആ സ്ഥലത്ത് എത്തുന്ന സമയത്ത് അവരെ മനസ്സിലാക്കുകയാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലാണ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ സ്വത്വം അവർക്ക് ആ പെർട്ടിക്കുലർ ആൾക്കാർക്ക് അറിയാമെന്നുള്ളത്. അത് അറിഞ്ഞതോടൊപ്പം തന്നെ അവർ ആ പൈസ തിരികെ തരികയാണ്. 25,000 തിരിച്ചു കൊണ്ടു തന്നു. കാരണം അവരവിടെ താമസിക്കുന്നത്, ഞാൻ മറ്റു കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് വിഷമിക്കരുത്, നായർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ മാത്രമായിട്ട് താമസിക്കുന്ന ഒരു ഏരിയ ആണെന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നും പറയുന്നത് 2020-ലാണ്. നമ്മളിപ്പോൾ 2024 ഇന്നത്തെ ഞായറാഴ്ചത്തെ മനോരമ ക്ലാസിഫൈഡ്സോ കേരള കൗമുദി ക്ലാസിഫൈഡ്സിലോ ഇന്ന ജാതി മാത്രമെന്ന് പറയുക മാത്രമല്ല, SC/ST ഹിന്ദുവിലേതുമാകാം, SC/ST ഒഴികെ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സാധനമാണ് നമ്മൾ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയുകയാണ് നമ്മൾ ലിബറലായിട്ടുള്ള സമൂഹമാണ്, നമ്മൾ ജാതി എന്ന് പറയുന്ന ഒരു സാധനം പൊസസ് ചെയ്യുന്നില്ല എന്ന് പറയുകയാണ്. ഞാൻ ഒരു 2 മിനിറ്റ് കൂടെ അഡീഷണൽ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഇതിൻ്റെ ഒരു റിയാലിറ്റി അതിൻ്റെ ഫേസിൻ്റെ അർത്ഥത്തിലാണ് പറഞ്ഞത്. ഇപ്പോൾ തന്നെ ഓഗസ്റ്റ് 1 ഒരു വിധി വന്നു കഴിഞ്ഞു. SC/ST വിഭാഗങ്ങളുടെ ഉപസംവരണവുമായിട്ട് ഓഗസ്റ്റ് 1 വിധി കഴിഞ്ഞു. ഞാനിന്ന് സംസാരിക്കുന്നത് സെപ്റ്റംബർ 22-നാണ്. 1 മാസവും 22 ദിവസവും കഴിഞ്ഞ സുപ്രീം കോടതിയിൽ നടന്ന ഒരു വിധി. ആ വിധി പ്രസ്താവനത്തിൻ്റെ കാര്യമെന്ന് പറയുന്നത്, നേരത്തെ SC/ST വിഭാഗങ്ങൾക്ക് റിസർവേഷൻസ് സ്കൂൾ കുട്ടികളുടെ കോളേജ് അഡ്മിഷൻസിലോ അല്ലെങ്കിൽ നിയമനങ്ങളോ സർക്കാർ തരത്തിലുള്ള നിയമനങ്ങളിലോ ഉണ്ടായിരുന്നത്, അതിൻ്റെ അതിൻ്റെ അണ്ടർ റെപ്രസെൻറ്റേഷൻ, അതിൻ്റെ പ്രോപ്പർ റെപ്രസെൻറ്റേഷൻ സബ് ഡിവിഷൻസ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള ജാതി സമൂഹങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു വിധിയാണ് വരുന്നത്. ഈ വിധിയുടെ ഒരു മൂല കാരണം എന്ന് പറയുന്നത്, പഞ്ചാബിൽ വാൽമീകി സമൂഹമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് റെപ്രസെൻറ്റേഷൻസ് കൂടുതൽ കൊടുക്കണമെന്ന് ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കുന്നു. അപ്പോൾ ആ തീരുമാനത്തെ 2004 EV ചിന്നയ്യ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന കേസിൻ്റെ വിധി ബ്ലോക്ക് ചെയ്യുന്നൊന്നുകൊണ്ടും ആർട്ടിക്കിൾ 14 അത് എഗെയിൻസ്റ്റ് ആണെന്നും ആർട്ടിക്കിൾ 341, 342 അത് സപ്പോർട്ട് ചെയ്യുന്നില്ല, അത് പ്രസിഡൻഷ്യൽ ലിസ്റ്റിൽ വരുന്ന കാര്യമാണ്, ജാതി ആരെയൊക്കെയാണോ ലിസ്റ്റിൽ പെടുത്തേണ്ടത് എന്നുള്ളത് പ്രസിഡൻഷ്യൽ ലിസ്റ്റിൽ വരുന്ന ആണെന്നുള്ളൊരു ഓർഡർ ഉള്ളതുകൊണ്ട് ആ ഓർഡറിനെ റീവിസിറ്റ് ചെയ്ത് കൊണ്ട് മാത്രമേ അങ്ങനെ ഒരു വിധി വരാൻ പറ്റുകയെന്നുള്ളതുകൊണ്ടാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച്, 7 അംഗ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച്
ഓഗസ്റ്റ് 1 വിധി പറയുന്നത്. നമ്മൾ ഇപ്പോൾ DY ചന്ദ്രചൂഡ് എന്ന് പറയുന്ന ധനഞ്ജയ് Y ചന്ദ്രചൂഡ് എന്ന് പറയുന്ന ജഡ്ജിനെ, സുപ്രീം കോടതി ജഡ്ജിനെ നമ്മൾ ലിബറൽ സമൂഹത്തിൻ്റെ ഒരു പ്രതിപുരുഷനായിട്ടാണ് നമ്മളിപ്പോൾ കാണപ്പെടുന്നത്. ഇപ്പം ഈ ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിലൊക്കെ ചർച്ചകൾ വരുമ്പോൾ കാണാം, നമ്മുടെ ഈ വിശ്വാസ്യത എത്രത്തോളം ആകാം, ഈ യുക്തിവാദം എത്രത്തോളം ആകാം എന്ന് പറയുന്നത് ഈ കുഴുകുഴുപ്പാണ്. നമുക്ക് എത്രത്തോളം അക്സെപ്റ്റബിൾ ആകുന്നോ അതുവരെയുള്ള കുഴുകുഴുപ്പുകൾ മാത്രമായിട്ടാണ് ഇത്തരത്തിലുള്ള എലിമെൻറ്റുകൾ മാറുന്നത്. അതുപോലെ തന്നെയാണ് DY ചന്ദ്രചൂഡിനെ സംബന്ധിച്ചിടത്തോളം SC/ST റിസർവേഷൻ്റെ കാര്യം വരുമ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ ലിബറൽ ഫേസ് അവിടെ നിന്ന് മാറി അദ്ദേഹം പിന്നെ പിന്നെ ബ്രാഹ്മണിക്കൽ എലിമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ആളായി മാറപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സബ് ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് 7 അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി, അതിൽ 6 പേരും ഈ സബ് ക്ലാസിഫിക്കേഷൻ വേണമെന്ന് പറയുന്നു. അതിൽ ഒരാൾ മാത്രം അതിന് എഗെയിൻസ്റ്റ് ഒരു നാടകം പോലെ. ഇതിനു മുന്നേ ഇത്തരത്തിലൊരു വിധി വന്നത് അല്ലേ സാർ, അയോധ്യ വിധിയുടെ വിഷയത്തിലാണ്. അയോധ്യ വിധിയുടെ വിഷയത്തിൽ ഇതുമാതിരി തന്നെയാണ്. അതിൻ്റെ കോസ്, അയോധ്യ ക്ഷേത്രം തകർക്കപ്പെട്ടു എന്നുള്ള കോസ് നമ്മൾക്കൊരിക്കലും ഒരു സിവിക് സൊസൈറ്റിക്ക്, പൗരബോധമുള്ള ഒരു സമൂഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷേ അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങൾ ക്ഷേത്രം പണിയാൻ നിങ്ങൾ സമ്മതിക്കണമെന്ന് പറയുന്നൊരു വിധി ഉണ്ടാകുന്നത്. അപ്പം ഇത്തരത്തിലുള്ള സനാതന നീതിബോധമുള്ള പിന്നെ സ്ഥലങ്ങളായിട്ട് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ നീതി കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഇടങ്ങൾ മാറ്റപ്പെടുന്നതിന് മറ്റൊരു ക്ലാസിക് എക്സാമ്പിളായിരുന്നു SC/ST സബ് ക്ലാസിഫിക്കേഷൻ വിധി. ആ വിധിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ SC/ST സബ് ക്ലാസിഫിക്കേഷൻ വിധിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 75 വർഷത്തിലധികമായിട്ട് റിസർവേഷൻ എന്ന് പറയുന്ന സാധനം ഇന്ത്യയിലും കേരളത്തിൽ നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മൾ അനുവർത്തിച്ചു വരുന്ന ഒരു മെക്കാനിസമാണ്. ഇറ്റ്സ് എ സോഷ്യൽ എൻജിനീയറിംഗ് മെക്കാനിസം ടു ഇൻക്ലൂഡ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ഡിഫറെൻറ്റ് പീപ്പിൾ. ഒരു ജനവിഭാഗത്തിൻ്റെ, ഒരു ഫ്രട്ടേണിറ്റിയിൽ നിന്നുള്ള ആൾക്കാരുടെ പ്രാതിനിധ്യം, സാമൂഹ്യപരമായിട്ടുള്ള പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത അവിടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ടാക്ടിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭരണഘടനാ ബെഞ്ച് വരുന്നു. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഭരണഘടനാ ബെഞ്ച് കഴിഞ്ഞ 75 വർഷമായിട്ട് ഇത് വിവിധ പിന്നെ സംസ്ഥാന സർക്കാരുകൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്, കേന്ദ്ര സർക്കാരുകൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്, സ്ഥാപനങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ഉള്ളൊരു ഡേറ്റ ഇവിടെയിലുണ്ടോ? പ്രോപ്പറായിട്ട് കഴിഞ്ഞ 75 വർഷമായിട്ട് ഇന്ന വിഭാഗങ്ങൾക്ക് ഇത് കൊടുത്തു എന്നും റെപ്രസെൻറ്റേഷൻസ് കൊടുത്തു എന്നും അത് കറക്റ്റായിട്ടാണോ സംസ്ഥാന സർക്കാരുകളോ കേന്ദ്ര സർക്കാരുകളോ ഇംപ്ലിമെൻറ്റ് ചെയ്തത് എന്നുള്ളതിൻ്റെ ഒരു പ്രോപ്പർ ഡേറ്റ അവരില്ല. അറ്റ്ലീസ്റ്റ് എൻ്റെ അറിവിൽ 2019 ഡേറ്റ വെച്ചിട്ടാണെങ്കിൽ ഏതാണ്ട് 3000-ഓളം 2778 പേരാണ് ഈ സുപ്രീം കോടതിയിൽ തന്നെ സർക്കാർ ജോലിക്കാരായിട്ട് അവിടെ ഉള്ളത്. ഈ സുപ്രീം കോടതിയിലെ സർക്കാർ ശിരസ്താർ ഉൾപ്പെടെയുള്ള സർക്കാർ ജോലിക്കാരായിട്ട് പിന്നെ ഈ റിസർവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് അവിടെ നിയമനം നടത്തുന്നത്. അവിടെ ആ നിയമനങ്ങളിൽ ആ 3000-ഓളം പേര് വരുന്ന നിയമനങ്ങളിൽ പ്രോപ്പറായിട്ട് ഗവൺമെൻറ് റിസർവേഷൻസ് പാലിച്ചതായിട്ട് ഈ പറയുന്ന ഈ 7 അംഗ ജഡ്ജി പരിഗണിച്ചിട്ടില്ല. ഇനി ഈ പറയുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ റിസർവേഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് പാലിച്ചിട്ടുണ്ടോ എന്ന് സംസ്ഥാന സർക്കാരുകളോട് ചോദിക്കുകയോ അത്തരത്തിലൊരു പ്രോപ്പർ ഡേറ്റയോ പരിശോധിച്ചിട്ടല്ല സുപ്രീം കോടതി ഈ ഒരു വിധി പ്രഖ്യാപിക്കുന്നത്. സെയിം വേ പിന്നെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലാണെങ്കിൽ 2014 ഒരു കണക്കനുസരിച്ച് 1,24,000 സംവരണീയരാണ്. സംവരണീയർ എന്ന് പറയുമ്പോൾ SC/ST വിഭാഗങ്ങളും OBC ഒക്കെ പെടും. സംവരണീയരാണ് ആ ജോലി അവെയിൽ ചെയ്തത്, റിസർവേഷൻ അവെയിൽ ചെയ്തുകൊണ്ട് ജോലിയിലോട്ട് പ്രവേശിച്ചത്. ഇത് 2021 ആകുമ്പോൾ 64,000 കുറയുകയാണ്. നമുക്ക് അറിയാം, പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ പിന്നെ പ്രൈവറ്റൈസ് ചെയ്തതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന സെൻട്രൽ സർക്കാർ നിയമനങ്ങളിൽ ഉണ്ടാകുന്ന ജോലി സാധ്യത അവിടെ കുറയുകയാണ്. അതുപോലെ തന്നെ IIT, IIM ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലായാലും പ്രോപ്പറായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ SC/ST വിഭാഗങ്ങൾ പർട്ടിക്കുലറായിട്ട് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെയും പിന്നെ പ്രോപ്പറായിട്ട് അവരെ അക്കോമഡേറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പം അങ്ങനെ റിസർവേഷൻ സംസ്ഥാന സർക്കാരുകളിൽ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നേരത്തെ ഉണ്ടാകുന്നതിൻ്റെ പകുതിയായിട്ട് കുറയുന്നൊരു സാഹചര്യം ഉണ്ടാവുക. ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ അഡ്മിഷൻസിന് പോലും പ്രോപ്പറായിട്ട്
ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാർ ഇല്ല എന്ന് പറഞ്ഞ് ആ സ്ഥലങ്ങൾ ഓപ്പൺ കാറ്റഗറിക്ക് കൊടുക്കുക. ഈ രണ്ട് സാഹചര്യവും കോൺട്രഡിക്ടറി ആയിട്ട് നിൽക്കെ എങ്ങനെയാണ് സംസ്ഥാന സർക്കാരുകളിൽ നിന്ന്, വിവിധ സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് പ്രോപ്പർ ഡേറ്റ ഗവൺമെൻറ്റിൻ്റെ ഇല്ല, പിന്നെ എങ്ങനെയാണ് സുപ്രീം കോടതിക്ക് ഒരു വിധി പറയാൻ പറ്റുക? പിന്നെ SC/ST റിസർവേഷൻ എന്ന് പറയുന്നത് അത് സബ് ക്ലാസിഫൈ ചെയ്യണം, അതിനകത്തുള്ള ആൾക്കാരിൽ ഇന്ന വിഭാഗം ആൾക്കാരാണ് ഇതിന് കൂടുതൽ അവെയിൽ ചെയ്യുന്നതെന്ന് എന്ത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി പിന്നെ അങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചത്? ഈ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ മുരളി സാറിലോട്ട് ആ വിഷയമായിട്ട് അതിൻ്റെ ഒരു അഡീഷനിലോട്ട് പോവുകയാണ്. ഇത് നിയമപരമായിട്ട് ഉള്ള കാര്യം മാത്രമാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇത്തരത്തിലൊരു ഡേറ്റ സർക്കാരിൻ്റെ കയ്യിലില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവർ ഇത്തരത്തിലൊരു വിധി പ്രഖ്യാപിക്കുന്നത്? ഈ വിധി പ്രഖ്യാപിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാസവും ഇന്നിപ്പോൾ 20-50 ദിവസം, ഏതാണ്ട് 50 ദിവസം കഴിഞ്ഞു. നിങ്ങൾ ഏത് മാധ്യമ ചർച്ചകളിലാണ് ഇതൊരു വിഷയമായിട്ട് പിന്നെ സംസാരിക്കാൻ, അല്ലെങ്കിൽ വിഷയമായി 8 മണി ചർച്ചയായിട്ട് നിങ്ങൾ ഏതെങ്കിലും ചാനൽ ചർച്ചകൾ കണ്ടിട്ടുണ്ടോ? ഈ മീഡിയ വിഷൻ ഒരു അന്നത്തെ ഓഗസ്റ്റ് 1 ഇറങ്ങിയ സമയത്ത് ആ ആഴ്ചയിൽ അവർ വട്ടം കൂടിയിരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം മാത്രമായിട്ട് മാറി. നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CRC NRC പോലുള്ള ബില്ലുകൾ വരുമ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ബാധിക്കുമ്പോൾ, ഇപ്പോൾ എല്ലാ ജനവിഭാഗങ്ങളെയും അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സംസ്ഥാന സർക്കാർ പിന്നെ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചതാണ്. അത്രത്തിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഏതാണ്ട് 50 കോടി ജനങ്ങളെ പൊതുവെ ദോഷകരമായി ബാധിക്കുന്ന, അവരുടെ പ്രാതിനിധ്യത്തെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു വിഷയത്തെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. ഇവിടുത്തെ ഒരു 8 മണി ചാനലിൻ്റെയും വിഷയമല്ലാതെ ഇത് തന്നെയാണ് നമ്മുടെയും ഈ ഒരു പൊതുബോധം തന്നെയാണ്. നമ്മൾ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, സംവരണം എന്ന് പറയുന്ന വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒന്ന് പ്രധാനമായിട്ടുള്ള അത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ജാതി വിവേചനം നിലവിൽ നേരത്തെ പോലെ ഇല്ല എന്നുള്ളത്. 2, അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പോലും they are not ready to acknowledge these kind of issues. ഇപ്പോൾ സാറിന് എന്തുവാണ് ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്? അല്ലേ, നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിയാണ് അതിന് സംസാരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളിപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് 1 നടന്ന വിധിയെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. നമ്മുടെ വിഷയം സംവരണം നീതി അർഹിക്കുന്നു എന്നുള്ളതാണ്. സംവരണം തെറ്റാണോ ശരിയാണോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി അതിന് സംസാരിക്കുമ്പോഴത്തേക്ക് അതിലൂന്നിയൊന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു കാര്യം പറഞ്ഞുവിടെ, ഈ സംവരണം എന്നുള്ളൊരു വിഷയത്തിന് സംവരണത്തിൻ്റെ നീതിശാസ്ത്രം എന്ന് പറയുന്നത് ആ നീതി ഈ ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞതാണ്. അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള എക്സാമ്പിളിലൂടെ പറഞ്ഞതാണ്. അത് ഈ പർട്ടിക്കുലർ വിഷയമായിട്ട് ബന്ധപ്പെട്ടല്ല. നെക്സ്റ്റിൽ അത് എങ്ങനെയാണ് സാമൂഹികമായിട്ട് നമ്മളെ ഇടങ്ങളിൽ അതെങ്ങനെയാണെന്നുള്ളതായിരിക്കും ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട്, പർട്ടിക്കുലർ എക്സാമ്പിളായിട്ട് ഈ അടുത്തൊരു ഇൻസിഡൻറ്റ് എന്ന രീതിയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഓക്കെ. അപ്പം ഞാൻ ആ വിഷയത്തിലേക്ക് തന്നെ വീണ്ടും മടങ്ങി വരികയാണ്. സംവരണത്തെ നമുക്ക് നിയമപരമായിട്ടും അതുപോലെ തന്നെ ധാർമ്മികമായിട്ടും ന്യായീകരിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ നിയമപരമായിട്ട് പരിശോധിച്ചാലും ധാർമ്മികമായിട്ട് പരിശോധിച്ചാലും സംവരണം ശരിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഞാൻ അതിന് റിലേറ്റ് ചെയ്യുന്ന വാദങ്ങളാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഈ സംവരണം ഇല്ലാത്ത മേഖലകളിൽ പ്രാതിനിധ്യം ഈ ജാതിവ്യവസ്ഥയുടെ ഇരകൾക്ക്, ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കാസ്റ്റിന് വിക്ടിംസും ഉണ്ട്, അതുപോലെ തന്നെ ബെനിഫിഷ്യറീസും ഉണ്ട്. ഇപ്പോൾ രാവിലത്തെ നമ്മുടെ സബ്ജക്റ്റിൽ ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ജാതിവ്യവസ്ഥയുടെ മേൽത്തട്ടുകാരുമുണ്ട്, കീഴ്ത്തട്ടുകാരുമുണ്ട്. മേൽത്തട്ടുകാരാണ് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഭവങ്ങളും അധികാരവും പദവികളും താഴോട്ട് പങ്കുവയ്ക്കാനായിട്ട് ഈ പവർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ജാതിവ്യവസ്ഥയുടെ മേൽത്തട്ടുകാർ തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് ഈ കീഴ്ത്തട്ടുകാർക്ക് വിഭവ അധികാരങ്ങളിൽ ഡ്യൂ ഷെയർ കിട്ടാതെ വരുന്നത്. അപ്പോൾ അതിനെ ഫേസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിന്, അതിനെ അഭിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംവരണമെന്ന സംഗതി കടന്നു വരുന്നത്. അപ്പം മറ്റൊരു വാദം, ഈ സംവരണ വിരുദ്ധർ പ്രചരിപ്പിക്കുന്ന മറ്റൊരു വാദം എന്ന് പറയുന്നത്, ഈ ഇന്ത്യക്കാരെല്ലാം ഒന്നാണെന്നാണല്ലോ പറയുന്നത്. ആൾ ആർ ഈക്വൽ ബിഫോർ ലാ എന്നാണല്ലോ വെപ്പ്. നമ്മളെല്ലാം തുല്യരല്ലേ, തുല്യ പൗരന്മാരല്ലേ, നമ്മളെല്ലാം ഇന്ത്യക്കാരല്ലേ.
വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാണല്ലോ നമ്മുടെ ഭരണഘടന തന്നെ തുടങ്ങുന്നത്. പിന്നെ അവിടെ എന്തിനാ വിവേചനം? മാത്രമല്ല നമ്മുടെ ജനാധിപത്യ സങ്കല്പത്തിൻ്റെ ഏറ്റവും സുപ്രധാന കാര്യം എന്നത് വൺ മാൻ വൺ വോട്ട് വൺ വാല്യൂ, ഒരു മനുഷ്യൻ ഒരു വോട്ട് ഒരു വാല്യൂ. പിന്നെന്തിനാണ് അവിടെ വിവേചനം? അപ്പം യഥാർത്ഥത്തിൽ അത് തെറ്റായ ധാരണയാണ്. ഇന്ത്യയിൽ മനുഷ്യരെല്ലാം തുല്യരല്ല, മനുഷ്യരെല്ലാം ഒരു നിലയിലും തുല്യരല്ല. സാമൂഹ്യപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാ നിലയിലും വൈരുദ്ധ്യമുണ്ട്, വ്യത്യസ്തതയുണ്ട്, ബഹുസ്വരമാണ്. അവരുടെ ജീവിതക്രമങ്ങളും സാമൂഹികമായ അല്ലെങ്കിൽ സോഷ്യൽ ക്യാപിറ്റലായിരുന്നാലും അല്ല സാമ്പത്തിക സ്ഥിതിയായിരുന്നാലും വിദ്യാഭ്യാസ സ്ഥിതിയായിരുന്നാലും നമ്മൾ ഏത് മാനദണ്ഡം വെച്ചും അളന്നു നോക്കിയാലും ഇന്ത്യയിലെ പൗരന്മാർ ഒരിക്കലും തുല്യരല്ല. പൗരന്മാരെല്ലാവരും തുല്യരല്ലാതെ വരുമ്പോഴത്തേക്ക് വിഭവാധികാരങ്ങളിൽ ഡ്യൂ ഷെയർ കിട്ടാതെ വരും. അപ്പോൾ അങ്ങനെ ഡ്യൂ ഷെയർ കിട്ടാതെ വരുമ്പോഴത്തേക്ക് അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമപരമായ സംവിധാനം എന്ന നിലയ്ക്കാണ് നമ്മൾ സംവരണത്തെ വിഭാവന ചെയ്യുന്നത്. അതായത് ഭരണഘടനാ നിർമ്മാതാക്കളും ആ രീതിയിലാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ അത് എന്തുകൊണ്ട് അങ്ങനെ പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സംവരണം ഇല്ലാത്ത മേഖലകൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. ഇപ്പോൾ നിയമപരമായിട്ട് നമുക്ക് സംവരണം തരുന്നത് ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 14 സമത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നേരെ മറിച്ച് അതോടൊപ്പം തന്നെ 15, 16 പറയുന്നത് ഈ ഇവിടെ അസമത്വം നിലനിൽക്കുന്നുവെന്നും ആ അസമത്വത്തെ നേരിടുന്നതിന് അതായത് അസമത്വം എന്ന് പറഞ്ഞാൽ എങ്ങനെ സാമൂഹികവും ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസ അവസരങ്ങളും തൊഴിലവസരങ്ങളും ലെജിസ്ലേറ്റീവിൽ പ്രാതിനിധ്യവും ഈ മൂന്ന് കാര്യങ്ങളാണ്. അതായത് ഗവൺമെൻറ് ജോബ്സിലും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസിലും അതുപോലെ ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സിലും, അതായത് പഞ്ചായത്ത്, നിയമസഭ, ലോകസഭയിലൊക്കെ തന്നെ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം, അതാണ് ഏറ്റവും സുപ്രധാനം എന്ന് പറയുന്നത്. അതായത് എസ് സി എസ് ടിക്ക് മാത്രമാണ് ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം. നേരെ മറിച്ച് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിന് ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യമില്ല. 1991 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമ്പോഴത്തേക്ക് 27% സംവരണമാണ് ഏർപ്പെടുത്തിയത്. കൂടുതലായിട്ട് ഞാൻ കടക്കുന്നില്ല. അതായത് ഈ 27ഉം 22.5 കൂടി ചേർന്ന് 49.5. അതായത് സർക്കാരിൻ്റെ സുപ്രീം കോടതിയുടെ ഒരു ബാറിംഗ് ഉണ്ട്. സംവരണം 50% കടക്കാൻ പാടില്ല. അങ്ങനെയാണ് സംവരണം എവിടെ ചെന്ന് നിന്നത്? 49.5 ചെന്ന് നിന്നത്. 50 കടക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഈ OBC കൊടുക്കുന്ന 27ഉം അതുപോലെ തന്നെ SC ST കൊടുക്കുന്ന 22ഉം. ഇപ്പോൾ സംവരണം എവിടെയാണ് നിൽക്കുന്നത്? 60-ലാണ് അല്ലേ? 10% EW സംവരണം കൂടി ആയപ്പോഴത്തേക്ക് 60-ലാണ് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇന്നത്തെ നിലയിൽ സംവരണത്തെ വിമർശിക്കാനായിട്ട് ആർക്കും അധികാരമില്ല, ആർക്കും അവകാശമില്ല, ധാർമ്മികമായ അവകാശമില്ല. കാരണം വെച്ചാൽ ഇന്ത്യയിലെ എല്ലാ കമ്മ്യൂണിറ്റിക്കും എന്തുണ്ട്? സംവരണമുണ്ട്. ഇന്ന് എല്ലാ കമ്മ്യൂണിറ്റികൾക്കും സംവരണമുണ്ട്. പക്ഷേ സംവരണം എപ്പോഴാണ് ന്യായീകരിക്കുന്നത്? സംവരണം നമുക്കാണെങ്കിൽ നമ്മൾ ന്യായീകരിക്കും. സംവരണം നമ്മുടെ ശത്രുവിനാണെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള ന്യായങ്ങൾ നമ്മൾ നിരത്തും. ഇപ്പോൾ ചരിത്രപരമായിട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ആദ്യത്തെ ജാതി സംവരണം കിട്ടിയത് ശൂദ്രന്മാർക്കാണ്, നായന്മാർക്കാണ്. 1891 മലയാളി മെമ്മോറിയലിലൂടെ ആദ്യമായി ജാതി സംവരണം കിട്ടിയത് ശൂദ്രന്മാർക്കാണ്, നായന്മാർക്കാണ്. അപ്പോൾ അന്ന് സംവരണം കിട്ടിയപ്പോഴത്തേക്ക് അത് നല്ലതായിരുന്നു. നേരെ മറിച്ച് നമ്മൾ 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന അംഗീകരിക്കുകയും SC ST വിഭാഗങ്ങൾക്ക് 22% സംവരണം ഏർപ്പെടുത്തുകയും ചെയ്തപ്പോഴത്തേക്ക് ജാതി സംവരണം തെറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. അതുപോലെ തന്നെ 2019 EW സംവരണം ഏർപ്പെടുത്തിയപ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ മാറ്റി പറഞ്ഞു. എന്താണ്? സംവരണം കൊള്ളാം. എങ്ങനെയാണെങ്കിൽ സാമ്പത്തിക മാനദണ്ഡം കൊണ്ടുവരികയാണെങ്കിൽ, സാമ്പത്തിക സംവരണമാണെങ്കിൽ നല്ലത് എന്നുള്ള സങ്കല്പത്തിലേക്ക് വരികയും ചെയ്തു. അപ്പം ഈ സാമ്പത്തിക സംവരണം എന്ന സംഗതി യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15, 16 പറയുന്നത് എന്താണ്? എന്ത് മാനദണ്ഡം പറഞ്ഞിരിക്കുന്നത്? വിദ്യാഭ്യാസപരമായും സാമൂഹികമായിട്ടും പിന്നോക്കം നിൽക്കുന്നവ. അതായത് എക്കണോമിക് ബാക്ക്വേർഡ്നെസ് ഒരിടത്തും പരിഗണിക്കുന്നില്ല. അതായത് നമ്മളിപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ സാമ്പത്തികമായിട്ട് ഉയർന്നാലും നമ്മുടെ സാമൂഹിക പദവി ഉയരത്തില്ല. അങ്ങനൊരു സംഗതി കൂടിയുണ്ട്. സാമ്പത്തികമായിട്ട് നമ്മൾ ഉയർന്നാലും നമ്മളെ സാമൂഹിക സ്ഥിതി അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് മാറുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് അനുകൂലം പ്രതികൂലമായ വാദങ്ങൾ നിലനിൽക്കുമ്പോഴും
നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സംവരണം നിയമപരമായിട്ടും അതുപോലെ തന്നെ ധാർമ്മികമായിട്ടും ന്യായീകരിക്കപ്പെടാൻ പറ്റുന്ന. എങ്ങനെ ധാർമ്മികമായിട്ട് ന്യായീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രപരമായിട്ട് വിവേചനം അനുഭവിക്കുന്ന സമൂഹങ്ങളാണ് ഇന്ത്യയിലെ 85% ജനങ്ങൾ. ഇന്ത്യയിലെ 85% ജനങ്ങളും ചരിത്രപരമായിട്ട് വിവേചനം അനുഭവിക്കുന്നവരാണ്. അതായത് വിഭവാധികാരങ്ങളിൽ ഡ്യൂ ഷെയർ കിട്ടാത്തവരാണ്. വിഭവാധികാരങ്ങളിൽ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം കിട്ടാത്തവരാണ് 85%. ആ 85%ത്തിന് ചരിത്രപരമായിട്ട് നിഷേധിക്കപ്പെട്ട വിഭവാധികാരങ്ങളുടെ പങ്കാളിത്തം തിരിച്ചു കൊടുക്കാനായിട്ട് സ്റ്റേറ്റ് ബാധ്യസ്ഥമാണ്. അത് തിരിച്ചു കൊടുക്കണമെന്നാണ് ഭരണഘടന നിർമ്മാണ സഭയിൽ ചർച്ച നടക്കുകയും അങ്ങനെ സംവരണം ഒരു പ്രധാനപ്പെട്ട സംഗതിയായിട്ട് വരികയും ചെയ്യുന്നത്. നേരെമറിച്ച് മണ്ഡലിൻ്റെ ഈ SC/STക്ക് മാത്രമായിരുന്നു ആദ്യം സംവരണം ഏർപ്പെടുത്തിയത്. പക്ഷേ OBCക്കും സംവരണം കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിലും ജാതി വ്യവസ്ഥയുടെ ഇരകളായിട്ടുള്ള ഭൂരിഭാഗം വേറെ കിടക്കുകയാണ്. അല്ലെങ്കിൽ 50-60% ആൾക്കാർ പിന്നെയും കിടക്കുകയാണ്. SC/ST മാറ്റി നിർത്തിയാൽ ഏതാണ്ട് ജാതി വ്യവസ്ഥയുടെ ഇരകളായിട്ടുള്ള ആൾക്കാരുടെ സംഖ്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ 85%. അതായത് 85 വേഴ്സസ് 15% അങ്ങനെയാണ്. അപ്പം ആ നിലയിൽ OBCക്കും സംവരണം കൊടുക്കണോ വേണ്ടതെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് മണ്ഡലിൻ്റെ റിപ്പോർട്ട് വരുന്നത്. മണ്ഡൽ റിപ്പോർട്ട് 10 കൊല്ലത്തിലേറെയായിട്ട് അത് പൂഴ്ത്തിവെക്കുകയും ഒരു രാഷ്ട്രീയ ആയുധം എന്ന നിലയ്ക്ക്, അതായത് ഈ റിസർവേഷൻ എന്നൊരു രാഷ്ട്രീയ ആയുധമാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ ആയുധം എന്ന നിലയ്ക്ക് 1991 VP സിംഗ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നു. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമ്പോഴാണ് ഈ OBCക്ക് 27% സംവരണം കിട്ടുന്നത്. ഈ 27% സംവരണം OBC കിട്ടുമ്പോഴും അത് ജനസംഖ്യാനുപാതികമല്ല. അതുകൂടി നമ്മൾ ഓർത്തിരിക്കുക, ജനസംഖ്യാനുപാതികമല്ല. അപ്പം ഇന്ത്യയിൽ ആൾക്കാരെല്ലാവരും തുല്യരല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ വിഭവാധികാരങ്ങളുടെ പങ്കാളിത്തത്തിലും ഇൻഇക്വാലിറ്റീസ് നിലനിൽക്കുന്നുണ്ട്. ആ ഇൻഇക്വാലിറ്റീസ് നിലനിൽക്കുന്നതുകൊണ്ട് അതിനെ ശാസ്ത്രീയമായിട്ടും നിയമപരമായിട്ടും ധാർമ്മികമായിട്ടും നേരിടാനുള്ള ഒരു ഭരണഘടനാ മെക്കാനിസമാണ് സംവരണം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ധാർമ്മികമായിട്ടും അതുപോലെ തന്നെ നിയമപരമായിട്ടും നിലനിൽക്കുന്ന അല്ലെങ്കിൽ ന്യായീകരണം അർഹിക്കുന്ന, നീതി അർഹിക്കുന്ന ഒരു സംവിധാനമാണ് സംവരണം എന്ന് പറയുന്നത്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സംവരണം കിട്ടാത്ത മേഖലകൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. കേരളത്തിലേക്ക് വരാം നമുക്ക്. സംവരണം കിട്ടാത്ത മേഖലകൾ നമ്മൾക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഞാൻ അതുകൂടി പറഞ്ഞുകൊണ്ട് മൈക്ക് അനുവിന് കൊടുക്കാം. അതായത് ദേവസ്വം ബോർഡിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരു കണക്ക് റീസെൻ്റായിട്ട് പുറത്തു വരികയുണ്ടായി. സവർണ പ്രാതിനിധ്യം, നായർ നമ്പൂതിരിമാരുടെ പ്രാതിനിധ്യം 97%. എന്തുകൊണ്ടാണ്? ഇപ്പം ഇടതും വലതും ഒക്കെ സാമൂഹ്യ നീതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇടതും വലതും ഭരിക്കുമ്പോഴത്തേക്ക് നായർക്കും നമ്പൂതിരിക്കും കൂടി എങ്ങനെ 97% സംവരണം വന്നു? അല്ലെങ്കിൽ സംവരണമല്ല, 97% പ്രാതിനിധ്യം വന്നു എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ട് ഹിന്ദുക്കളുടെ ഏറ്റവും മുതിർന്ന സമുദായമായ ഈഴവാസ്, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആ കണക്ക് എടുത്തു നോക്കിയപ്പോഴത്തേക്ക് ഞെട്ടിപ്പോവും. കാര്യം എന്ന് വെച്ചാൽ 6000-ലേറെ അവസരങ്ങൾ നായർക്കും നമ്പൂതിരിക്കും. ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള ഹിന്ദു സമുദായം എന്ന് പറയുന്ന ഈഴവാസിന് എത്രയാണ്? 207. പട്ടികജാതിക്കാർക്ക് 20. അപ്പോൾ 6000 വേഴ്സസ് 207. അതാണ് ഹിന്ദുക്കളുടെ പ്രബല വിഭാഗങ്ങളിൽ തമ്മിലുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈഴവാസിനും പട്ടികജാതിക്കും കൂടി 277 അവസരം കിട്ടിയപ്പോഴത്തേക്ക് നായേഴ്സിനും നമ്പൂതിരിക്കും കൂടി 6000-ലേറെ കിട്ടിയത്. ഇനി നമ്മൾ ദേവസ്വം ബോർഡിലല്ലോ എയ്ഡഡ് മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വിവേചനം പ്രത്യക്ഷത്തിൽ കാണാം. അവിടെയും സംവരണമില്ല. അവിടെ SC/ST പ്രാതിനിധ്യം എന്ന് പറയുമ്പോൾ 1% പോലുമില്ല. അതുപോലെ സഹകരണ മേഖല, യൂണിവേഴ്സിറ്റികൾ, കമ്പനികൾ, കോർപ്പറേഷനുകൾ, ബോർഡുകൾ, ഇങ്ങനെ തുടങ്ങി സംവരണം ഇല്ലാത്ത മേഖലകളിലൊക്കെ തന്നെ SC/ST വിഭാഗങ്ങൾക്ക് അവരുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നതിൽ 1% താഴെയാണ്. ഇതെങ്ങനെ സംഭവിച്ചത്? അതായത് താഴോട്ട് നീതി കൊടുക്കാനായിട്ട് ഈ പവർ ഗ്രൂപ്പ് തയ്യാറല്ല, ജാതി വ്യവസ്ഥയുടെ മേൽത്തട്ടുകാർ തയ്യാറല്ല, ഭരിക്കുന്നവർ തയ്യാറല്ല. അങ്ങനെ താഴോട്ട് വിഭവാധികാരങ്ങളുടെ പങ്കാളിത്തം അല്ലെങ്കിൽ ഷെയർ കൊടുക്കില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് സംവരണം ഏർപ്പെടുത്തേണ്ടി വന്നത്. ആ രീതിയിലാണ് സംവരണം ധാർമ്മികമായിട്ടും നിയമപരമായിട്ടും ന്യായീകരിക്കപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു. സാർ പറഞ്ഞതിനെ ആഡ് ചെയ്തുകൊണ്ട് പറയുകയാണ്. സാർ നേരത്തെ പറഞ്ഞു ഇപ്പോൾ സംവരണം എന്നുള്ള വിഷയം, ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ, ഏറ്റവും വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യവും
അതെങ്ങനെ ആ വിഷയം ഇഗ്നോർ ചെയ്യപ്പെടുന്നു, പൊതുസമൂഹം ഇഗ്നോർ ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു എലമെൻ്റാണ് ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ സംവരണം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും SC/ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മാത്രം അവെയിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് അനർഹമായിട്ട് സർക്കാരുകളോ സംവിധാനങ്ങളോ സ്റ്റേറ്റോ കൊടുക്കുന്ന ഒരു സാധനമായിട്ടല്ല വരുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മൾ പോസ്റ്റ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അവരുടെ ബ്രിട്ടീഷ് നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ തന്നെ അവരുടെ ക്ലറിക്കൽ വർക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്തിരുന്നത് ഈ പറയുന്ന സവർണ വിഭാഗങ്ങളായിരുന്നു. പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണ വിഭാഗങ്ങളായിരുന്നു, തമിഴ് ബ്രാഹ്മൺസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് നേരത്തെ സാറ് പറഞ്ഞതുപോലെ പിന്നെ മലയാളി ഇത് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഈഴവ ഈഴവ മെമ്മോറിയൽ, മലയാളി മെമ്മോറിയലൊക്കെ വരുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ അവിടെ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ഇടയിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ അത്യാവശ്യം വിദ്യാഭ്യാസം നേടിയ ആൾക്കാരുണ്ടെന്നും ആ ആൾക്കാർക്ക് നിങ്ങളുടെ ഈ ഡിസിഷൻ മേക്കിംഗ് ബോഡിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്യോഗസ്ഥ തലങ്ങളിൽ പാർട്ടിസിപ്പേഷൻ, പ്രാതിനിധ്യം വേണമെന്നുമുള്ള ആവശ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് മലയാളി മെമ്മോറിയലായാലും ഈഴവ മെമ്മോറിയലായും വരികയും അത് സാധ്യമാക്കിയെടുക്കുകയും ചെയ്യുന്നത്. ഇത് തന്നെയാണ് അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് റിസർവേഷൻ എന്നുള്ളൊരു സാധനം വരുന്ന സമയത്ത്. നമുക്കറിയാം, ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുന്നത് സെപ്റ്റംബർ 22, 1932 സെപ്റ്റംബർ 24 പൂന പാക്ട് എന്ന് പറയുന്ന വളരെ വിഖ്യാതമായിട്ടുള്ള ഒരു ഒപ്പുവെപ്പ് നടന്ന ഒരു ഇന്ത്യയാണ് നമ്മുടേത് അല്ലേ. ആ ഒപ്പുവെപ്പ് ആര് തമ്മിലാണ് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്ടർ B.R. അംബേദ്കറും, അതുപോലെ തന്നെ ഡോക്ടർ B.R. അംബേദ്കർ ഡിപ്ലസ്ഡ് ക്ലാസിൻ്റെ പ്രതിനിധിയായിട്ടും, നമ്മുടെ ഈ ഹിന്ദു വിഭാഗങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് മറ്റേ പുള്ളിക്കാരൻ വരുന്നത്, പേര് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ, ഹിന്ദു എന്ന് പറയുന്ന കമ്പാർട്ട്മെൻറ്റിൽ അപ്പോൾ പോലും ഡിപ്രസ്ഡ് ക്ലാസ്സിൽപ്പെട്ട ഒരു സമൂഹത്തെ അക്കോമഡേറ്റ് ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ് അത് വളരെ വിസിബിളായിട്ട് കാണിക്കുന്നത്. ഈ 1932 ഒപ്പിട്ട പൂന പാക്ട് പ്രകാരം SC/ST വിഭാഗങ്ങളിലുള്ള, അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ പ്രതിനിധികളെ രണ്ട് തരത്തിലാണ്, ഡ്യുവലായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് അവരിലുണ്ടായിരുന്നത്. ഒന്ന്, അവർക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, അവർക്ക് ആദ്യഘട്ടത്തിൽ അവരുടെ സമൂഹത്തിൽ നിന്നുള്ള 4 റെപ്രസെൻറ്റേറ്റീവ്സിനെ അവർ തിരഞ്ഞെടുക്കുകയും ആ 4 റെപ്രസെൻറ്റേറ്റീവ്സിനെ കോമൺ ഇലക്ടറേറ്റിൽ നിർത്താൻ വേണ്ടി കൊടുക്കുകയും ചെയ്യും. ആ കോമൺ ഇലക്ടറേറ്റിൽ നിൽക്കുന്ന ഇവർ സെലക്ട് ചെയ്ത 4 ആൾക്കാരെ മറ്റുള്ളവർക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് കാൻഡിഡേറ്റായിട്ട് മത്സരിപ്പിച്ച് ജയിക്കുകയും ചെയ്യാം. ഇതായിരുന്നു പൂന പാക്ട്. ഇത് പൂന പാക്ടിൻ്റെ ഉടമ്പടി അനുസരിച്ച് ഒരു പ്രതിനിധിയെ, ഡിപ്രസ്ഡ് ക്ലാസിൻ്റെ പ്രതിനിധി, അതുവരെ രാഷ്ട്രീയ അധികാരത്തിലോ സർക്കാർ സംവിധാനങ്ങളിലോ പാർട്ടിസിപ്പേഷൻസ് ആകാത്ത ഒരു ജനസമൂഹത്തെ അതിലോട്ട് ഉൾക്കൊള്ളിക്കുമ്പോൾ 1937 ബോംബെ പ്രസിഡൻസ് ഇലക്ഷനിൽ മാത്രമാണ് അത് പൂർത്തീകരിച്ചത്. ആ ഒരു കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തത് 1937 ബോംബെ പ്രൊവിൻഷ്യൽ ഇലക്ഷനിൽ മാത്രമാണ്. 1950 മുതലുള്ള 51 മുതലുള്ള ഇലക്ഷൻസിലെല്ലാം തന്നെ കോമൺ ഇലക്ടറേറ്റ് വരികയും ആ കോമൺ ഇലക്ടറേറ്റിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഒരു പ്രതിനിധിയായിട്ട്, അവരുടെ ഒരു പൊളിറ്റിക്കൽ അടിമയായിട്ട് നിങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ അവിടെ പ്രതിഷ്ഠിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം വാലിഡ് ആവുന്നത്. SC/ST വിഭാഗങ്ങളുടെ ഒരു വിഷയം, അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ക്ലാസിൻ്റെ ഒരു വിഷയം, ഇത്രയും വലിയൊരു വിഷയം ഗവൺമെൻറ് സംവരണം എന്നുള്ള ഒരു വിഷയത്തെ റദ്ദാക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ സുപ്രീം കോടതി നടത്തുമ്പോൾ പോലും ഇന്ന് നമ്മുടെ 543 മെമ്പർമാരിൽ 50ഓളം വരുന്ന MP-മാർ, BJPയുടെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും CPIയുടെ ഉൾപ്പെടെ, സെപ്പറേറ്റായിട്ട് മാറി എന്ന അഭിപ്രായം പറഞ്ഞ VCKയുടെയും MP-മാർ മാത്രമാണ്, ചന്ദ്രശേഖർ ആസാദ് മാത്രമാണ് സെപ്പറേറ്റ് ആയിട്ടുള്ള അഭിപ്രായം പറഞ്ഞത്. അവർക്ക് സ്വതന്ത്രമായിട്ടുള്ള ആ ജനവിഭാഗത്തിൽ പെടുകയും, എന്നാൽ ആ ജനവിഭാഗത്തിൻ്റെ സംവരണം എന്ന് പറയുന്ന അവർക്ക് അവീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനത്തെ റദ്ദാക്കുന്ന ഒരു നിയമം രാജ്യത്ത് സുപ്രീം കോടതി വഴി പ്രഖ്യാപിക്കാൻ പോലും ആ MP-മാർക്ക് അതിനെതിരെ ഒരു അഭിപ്രായം പറയാൻ പറ്റുന്നില്ല, അതിനെതിരെ ഒരു നിലപാടെടുക്കാൻ പറ്റുന്നില്ല. അവർ രാഷ്ട്രീയ അടിമകളായി മാറപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ജാതി നശീകരണം എന്ന് പറയുന്ന അംബേദ്കറിൻ്റെ തന്നെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പുരോഹിത വർഗമാണ് ഇവിടുത്തെ നിയമ സംവിധാനത്തെക്കാൾ പ്രബലരെന്നും ആ പുരോഹിത വർഗത്തെ അതുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിംഗ് ബോഡിയിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിയമ സംവിധാനങ്ങളോ നമുക്കൊരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല എന്നും
അദ്ദേഹം ഒരു എക്സാമ്പിൾ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ നിന്ന് മാത്രമല്ല പറയുന്നത്. പണ്ടത്തെ റോമിൽ ഈ സെഞ്ചൂറിയൻ എന്ന് പറയുന്ന ഒരുതരം ജനപ്രതിനിധി സഭയുണ്ടായിരുന്നു. ഈ സെഞ്ചൂറിയൻ ജനപ്രതിനിധി സഭയിൽ പ്ലബേറിയൻസ് എന്നും പറഞ്ഞ് പ്ലാറ്റിക്കൻസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഈ പ്ലബേറിയൻസ് എന്ന് പറയുന്നത് പിന്നെ ഈ അവിടെ നിന്നുള്ള ഈ പറയുന്ന ഡിപ്രസ്ഡ് ക്ലാസ്സിനെ പോലെ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ആൾക്കാരുടെ പ്രതിനിധികളാണ്. മറ്റുള്ളവർ പ്രഭു വിഭാഗത്തിൽപ്പെട്ട പ്രതിനിധികളുമാണ്. അപ്പോൾ പ്രഭു വിഭാഗത്തിൽപ്പെട്ട പ്രതിനിധികളായിരിക്കും കൂടുതൽ പേരും ആ ജനപ്രതിനിധി സഭയിൽ. എന്നാൽ സാധാരണക്കാരുടെ പ്രതിനിധികളായിട്ട് വരുന്നത് വളരെ ഈ പറയുന്ന പോലെ റിസർവേഷൻ എന്ന് പറയുന്ന ഈ ജനപ്രതിനിധിത്വം അല്ലെങ്കിൽ അവിടെ പ്രാതിനിധ്യം ഉറപ്പുവരുന്ന തരത്തിലുള്ള ചില മണ്ഡലങ്ങളിലാണ് ഈ പറയുന്ന കോമൺ പബ്ലിക്കിൻ്റെ പാർട്ടിസിപ്പേഷൻസ് ആയിട്ട് ആൾക്കാർ വരുന്നത്. അവർ ഫൈറ്റ് ചെയ്തിട്ടാണ് അത്തരം ഒരു അധികാരം ഞങ്ങളുടെ കൂടെ റെപ്രസെൻറ്റേഷൻ അപ്പാർട്ട് ഫ്രം ഈ ലോർഡ് കുടുംബങ്ങളിൽ നിന്ന് മാത്രമല്ലാതെ നിയമനിർമ്മാണ സഭകളിൽ ഞങ്ങളുടെ കൂടെ പ്രാതിനിധ്യം വരുത്തണം എന്ന് പറഞ്ഞത്. പക്ഷേ അങ്ങനെ സെലക്ട് ചെയ്യുന്നവർക്ക് അവിടുത്തെ പുരോഹിത വർഗത്തിൻ്റെ പിന്നെ ആശീർവാദം ഉണ്ടായിരിക്കണം. പുരോഹിത വർഗം പറയുകയാണ് ഇന്നയാൾ പിന്നെ ദൈവപ്രീതി ഇല്ലാത്ത ഒരാളാണ്, അതുകൊണ്ട് ഇയാളെ പ്ലബേറിയൻസ് ആയിട്ട് എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഇലക്റ്റഡ് ചെയ്ത് എടുത്തതിന് കാര്യമില്ല. അപ്പം ഇത്തരത്തിലാണ് ഇന്ത്യയിലും സാമൂഹിക സിറ്റുവേഷൻസും സെയിം ഇതേപോലെ തന്നെയാണ്. ഇപ്പം സബ് ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്ന നമ്മുടെ SC/ST ജനവിഭാഗങ്ങളുടെ തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്യണം എന്ന് പറയുന്ന ഒരു വിധി 7-അംഗ ബെഞ്ച്, സുപ്രീം കോടതി 7-അംഗ ബെഞ്ച് പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ അവിടെ കാണുന്നത് ഈ ചന്ദനം വരച്ച് കഴിഞ്ഞ DY ചന്ദ്രചൂഡിനെയാണ്. ചന്ദനം വരച്ച് കഴിഞ്ഞ DY ചന്ദ്രചൂഡ് പിന്നെ 3 ചന്ദനത്തിൻ്റെ ഇതും വരച്ചുകൊണ്ട് ഒരു പൂണൂലും ഇട്ടുകൊണ്ട് പറയുന്ന വിധിയായിട്ടാണ് എനിക്ക് അവിടെ കാണാൻ പറ്റുന്നത്. വിത്തൗട്ട് എനി പ്രോപ്പർ ഡോക്യുമെൻറ്റോ ഡാറ്റയോ അവരുടെ കയ്യിലില്ലാതെ അത് റദ്ദാക്കുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷൻസിലോട്ടാണ് അത് ആ ഒരു വിധി പശ്ചാത്തലം പറയുന്നത്. ഇനി സാമൂഹ്യപരമായിട്ട് ഇതെങ്ങനെയാണ് പൊളിറ്റിക്കലായിട്ട് നമ്മൾ പൊതുജീവിതത്തിൽ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത്? ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു മനസ്സിലാക്കൽ എന്ന് പറയുന്നത് ഇതൊരു പൊളിറ്റിക്കൽ ബ്ലെയിമാണ്. നമ്മൾ പിന്നെ റിസർവേഷൻ എന്ന് പറയുന്ന കാര്യം SC/ST ജനവിഭാഗങ്ങൾ അനർഹമായിട്ട് ഗവൺമെൻറ് സംവിധാനങ്ങളിൽ നിന്നും വാങ്ങിച്ചെടുക്കുന്ന സംവിധാനമായിട്ടാണ് അതിനെ കാണുന്നത്. നിലവിൽ നമുക്കതിനൊരു സ്റ്റാറ്റസ് എടുക്കാം. നമ്മൾ കേരളത്തിലെ സ്റ്റാറ്റസ് എടുക്കാം. കേരളത്തിൽ 5,30,000 പേരാണ് സർക്കാർ ശമ്പളം വാങ്ങിക്കുന്നത്, ഗവൺമെൻറ് കൊടുക്കുന്നത്. അതിൽ 1,35,000 പേരെന്ന് പറയുന്നത് എയ്ഡഡ് കോളേജിലെ അധ്യാപകരോ അനധ്യാപകരോ ആണ്. ഈ 1,35,000 ഇടങ്ങളും ഒരു ജനസമൂഹത്തിന് പിന്നെ കൊട്ടി അടച്ചുകൊണ്ട് നിങ്ങൾ പറയുകയാണ് വി ആർ ലിവിങ് ഇൻ എ ഡെമോക്രാറ്റിക്, സോഷ്യൽ ഡെമോക്രാറ്റിക്, ലിബറൽ, ഫെഡറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന്. അപ്പം നമ്മൾ ആ 1,35,000 തൊഴിലവസരങ്ങളിൽ നിലവിൽ SC/ST വിഭാഗങ്ങൾക്ക് റിസർവേഷൻ ഇല്ല. സാറ് നേരത്തെ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ SC/ST വിഭാഗത്തിലെ ആൾക്കാരെ എങ്ങനെയാണ് നിയമിക്കുന്നത്? നിലവിൽ തിരുവിതാംകൂർ ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡുകളിൽ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമാണ് ഉദ്യോഗാർത്ഥികളായിട്ട് വരുന്നത്. അപ്പോൾ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മാത്രം ഉദ്യോഗാർത്ഥികളായിട്ട് വരുമ്പോൾ എക്സെപ്ഷൻസ് ഉണ്ട്, ഇല്ല എന്നല്ല. അത് കഴുകുന്നതിന് മുതൽ പ്രൊഫസർ വരെയുള്ള ആൾക്കാരുണ്ട്. ഈ ആൾക്കാരുകളുടെ ഈ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മാത്രം ഉദ്യോഗാർത്ഥികളായിട്ട് വരുമ്പോൾ ഈ 10% റിസർവേഷൻ കൊടുത്താൽ മതിയോ? നിലവിൽ 10% റിസർവേഷൻ അവിടെ അവീൽ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം, അവിടെ യൂസ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമായിട്ട് നിൽക്കെ തന്നെ ഹിന്ദു വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം 20%, 25% SC/ST വിഭാഗങ്ങൾക്കുണ്ട്. അപ്പോൾ അവരുടെ പ്രാതിനിധ്യം അത്രത്തോളം ജനസംഖ്യാപരമായിട്ടുള്ള പ്രാതിനിധ്യം ഉറപ്പുവരുത്തേണ്ടതില്ലേ? അപ്പോൾ ഇത് നിലവിൽ അത്തരത്തിലുള്ള സിസ്റ്റം ഇല്ല എന്ന് മാത്രമല്ല, മുരളി സാർ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് 90% ഒരു ജനവിഭാഗത്തിന് എഴുതി കൊടുത്തേക്കാണ്. നമ്മൾ 10% റിസർവേഷനോ അല്ലെങ്കിൽ 8% റിസർവേഷനോ 2% റിസർവേഷനെയോ പൊളിറ്റിക്കലി ബ്ലെയിമായിട്ട് കാണുമ്പോൾ നിങ്ങൾ 100% റിസർവേഷനെ കണ്ണടച്ച് കൈയടിക്കുകയാണ്. നിങ്ങൾ കണ്ണടച്ച് കൈയടിച്ചതിൻ്റെ ഫലമാണ് നമ്മുടെ ശബരിമല ഇഷ്യൂ. ശബരിമല ഇഷ്യൂവിൻ്റെ കോർ ഇഷ്യൂ എന്താണ്? കോർ ഇഷ്യൂ എന്ന് പറയുന്നത് പിന്നെ ഡയറ്റിയുടെ എന്തെങ്കിലും തരത്തിലുള്ള പിന്നെ പ്യൂരിറ്റി നഷ്ടപ്പെടും എന്നുള്ളതല്ല. അവരുടെ ഒരു യാഥാർത്ഥ്യ ബോധത്തിലുള്ള അവരുടെ ആ ദേവസ്വം ബോർഡുകളിലുള്ള നിയമനങ്ങളിലുള്ള, അതായത് തന്ത്രി കുടുംബങ്ങൾ ഉൾപ്പെടുന്ന നിയമിക്കുന്ന 100% റിസർവേഷൻസ് ഉള്ള നിയമനങ്ങളാണ്, PSC നിയമനങ്ങളാണ് മലയാള ബ്രാഹ്മണരെ മാത്രം അക്കോമഡേറ്റ് ചെയ്യുന്ന ദേവസ്വം ബോർഡിലെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ തന്ത്രി സമൂഹം എന്നുള്ളത്. അപ്പോൾ അതുൾപ്പെടെ ചോദ്യം ചെയ്യപ്പെടും. ആർട്ടിക്കിൾ 14 അഗേൻസ്റ്റും
ആർട്ടിക്കിൾ 15 അനുസരിച്ചും ചോദ്യം ചെയ്യപ്പെടും. അത് ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഒരു പ്രബല വിഭാഗത്തിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് ശബരിമല ഇഷ്യൂ തന്നെ ഇവിടെ ഉണ്ടായത്. അപ്പം നമ്മൾ 100% റിസർവേഷനെയാണ് നമ്മളത് അപ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത്. അതുപോലെ തന്നെ പിന്നെ ഈ 80% അല്ലെങ്കിൽ 90% ഒരു ജനവിഭാഗം ദേവസ്വം ബോർഡുകൾ അവരുടെ ഒരു മോണോപോളി പോലെ സിസ്റ്റം പോലെ ഫോളോ ചെയ്യുന്നതിനെയും നമ്മുടെ പൊതുസമൂഹം ചോദ്യം ചെയ്യുന്നില്ല. നമ്മൾ ചോദ്യം ചെയ്യുന്നത് 100 പേരെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ജനവിഭാഗത്തിൻ്റെ 8 പേരെ അക്കോമഡേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 പേരെ അക്കോമഡേറ്റ് ചെയ്യുന്നത്, ഇതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഇത് ചോദ്യം ചെയ്യാനാണ് നമ്മുടെ കാരണം. ഇത് ചോദ്യം ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആ ജനവിഭാഗങ്ങൾ ജന്മനാൽ ദളിത് നോൺ ദളിത് എന്നുള്ള ഒരു ബൈനറി അല്ല ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിരുന്നാലും പൊതുസമൂഹത്തിൻ്റെ ഒരു പെർസെപ്ഷൻ എന്ന് പറയുന്നത് ദളിത് ജനസമൂഹമുള്ള ജന്മനാൽ അവരുടെ ക്വാളിറ്റി വൈസ് കുറവായിട്ടുള്ള ആൾക്കാരാണെന്നും അതുകൊണ്ട് തന്നെ ആ ക്വാളിറ്റി കുറവായിട്ടുള്ള ആൾക്കാർ ജനപ്രതിനിധി സഭകളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസിഷൻ മേക്കിംഗ് ബോഡിയിലോ വേണ്ട എന്നുള്ളതാണ്. ഇപ്പം ഈ അടുത്ത കാലത്താണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1,35,000 തൊഴിലവസരങ്ങൾ എയ്ഡഡ് കോളേജുകളിൽ നിന്ന് ഇല്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ പോലും ഈ അടുത്ത കാലത്ത് ഒരു MLA ഒരു വിവരാവകാശം ചോദിച്ച സമയത്ത് SC/STകളുടെ പ്രാതിനിധ്യം ഏതാണ്ട് 7-8% എന്നുള്ളത് 7.6% വരെ വരുന്നുണ്ട്. അപ്പോൾ അതൊരു വളരെ വളരെ അവിടെ ഒളിഞ്ഞിടക്കുന്നൊരു ക്വസ്റ്റ്യനുണ്ട്. അതായത് ഈ 1,30,000 എയ്ഡഡ് കോളേജ് സെക്ടേഴ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലെക്ചേഴ്സോ പ്രൊഫസേഴ്സോ ആയിട്ടുള്ള ആൾക്കാരും ടീച്ചിങ് സ്റ്റാഫും നോൺ ടീച്ചിങ് സ്റ്റാഫായിട്ടുള്ള ആൾക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ഇവരെ കോംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് ഗവൺമെൻറ് സർക്കാർ ടീച്ചേഴ്സിനെയോ അല്ലെങ്കിൽ കോളേജുകളിലെ പ്രൊഫസേഴ്സായിട്ടോ ലെക്ചേഴ്സായിട്ടോ ഈ ജനസമൂഹത്തിൽ നിന്ന് ആൾക്കാരെ ഈ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് നിയമിക്കുന്നുണ്ടോ? നിയമിക്കുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെ നിയമിക്കുന്നില്ല എങ്കിൽ 8% റിസർവേഷനോ അല്ലെ 2% റിസർവേഷനോ അതിൻ്റെ അടുത്തെത്തി എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് അവർക്ക് താഴേക്കിടയിലുള്ള ജോലികൾ, ഏറ്റവും താഴെത്തട്ടിലുള്ള ജോലികളാണ് അവരെ അക്കോമഡേറ്റ് ചെയ്യപ്പെടുന്നത്. ഏറ്റവും താഴെത്തട്ടിലുള്ള ജോലികൾ അവരെ അക്കോമഡേറ്റ് ചെയ്യുകയും ഇൻ ടോട്ടലായിട്ട് അവരെ എടുത്തുകൊണ്ട് ഇത്ര ശതമാനം പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്, അവർക്ക് 8% റിസർവേഷൻ അല്ലെങ്കിൽ 7%-അടുത്ത് റെപ്രസെൻറ്റേഷൻ ഉണ്ട് എന്ന് പറയുന്നത് സ്റ്റേറ്റ് കാണിക്കുന്ന ഒരു ഒരു ഇന്നിക്വാലിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിമിനേഷനോ ആയിട്ടോ പൊതുസമൂഹത്തിന് തോന്നുന്നില്ല എന്നുള്ളതാണ്. ഇതിന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിൽ 2 എക്സാമ്പിളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, അരുന്ധതിയാർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട്ടിലെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവർ ഈ മാൻഹോളൊക്കെ ഇത് ചെയ്യുന്ന തരത്തിലുള്ള കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ അവരെ ഗവൺമെൻറ് ഓർഡർ പ്രകാരം ദേ ആർ സപ്പോസ് ടു ബി ഡു ദീസ് കൈൻഡ് ഓഫ് ജോബ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊരു ഗവൺമെൻറ് ഓർഡർ ഇറക്കിയിട്ടുണ്ട്. സെയിം അതുപോലെ തന്നെയാണ് മലയാള ബ്രാഹ്മണർക്ക് കേരള സർക്കാർ PSC നിയമനം വഴി മലയാള ബ്രാഹ്മണർക്ക് ശബരിമല തന്ത്രികളായിട്ട് നിയമനം നൽകാമെന്നുള്ളതെന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് ഓർഡർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ പറയുന്നത്, ഒന്ന്, ഒരു ജനസമൂഹം അവർ സാമൂഹ്യമായി താഴെത്തട്ടിലാണെങ്കിൽ ആ താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് യു ആർ സപ്പോസ് ടു ഡു ദീസ് കൈൻഡ് ഓഫ് ജോബ്സ്. നിങ്ങൾ ഈ ജോലിയാണ് ചെയ്യാൻ വിധിക്കപ്പെട്ടവരെന്ന് ഗവൺമെൻറ് സ്റ്റേറ്റ് നിങ്ങളടുത്ത് പറയുകയാണെങ്കിൽ അത് എന്ത് തരം പൊളിറ്റിക്സ് ആണെന്നോ എന്ത് തരം ന്യായമാണെന്നോ എന്ത് തരം ഇക്വാലിറ്റി ആണോ നമ്മളടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെയാണ് മറ്റൊരു വിഭാഗത്തിന് നിങ്ങൾ സിൻസ് യു ആർ ബിലോങ്സ് ടു ദീസ് ഫ്രട്ടേണിറ്റി, നിങ്ങൾ ഈ ഫ്രട്ടേണിറ്റിയിൽ നിന്നായതുകൊണ്ട് നിങ്ങൾക്ക് 100% റിസർവേഷനോട് കൂടി മലയാള ബ്രാഹ്മണൻ എന്ന് പറയുന്ന പൊസിഷൻസിലോട്ട് നിങ്ങളെ നിയമിതരാക്കുന്നു. ഇപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുവാണ്. റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന മറ്റൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഇത് 10 വർഷത്തേക്കായിട്ട് ഉണ്ടാക്കിയെടുത്തപ്പെട്ട എന്തോ ഒരു സംഭവമാണെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൂന പാക്റ്റിന് ശേഷം നിയമസഭകളിലും അതുപോലെ തന്നെ ലോക്സഭയിലും റെപ്രസെൻറ്റേഷൻ അവരുടെ പ്രതിനിധികളായിട്ട് വരുന്ന ആൾക്കാരെ ഇത്ര ശതമാനം പേരെ നിയമിക്കണമെന്നും ആ നിയമിക്കുന്ന ആൾക്കാരെ ഓരോ 10 വർഷം കഴിയുന്നതിനനുസരിച്ച് ഒരു കമ്മിറ്റിയുണ്ട്, ലോക്സഭയിൽ ഒരു കമ്മിറ്റിയുണ്ട്. ആ 10 വർഷം ആ കമ്മിറ്റി പരിഗണിച്ചുകൊണ്ട് അമെൻമെൻറ്റ് ചെയ്തുകൊണ്ട് ഓരോ 10 വർഷം കഴിയുമ്പോൾ അമെൻഡ് ചെയ്യുമ്പോൾ അടുത്ത 10 വർഷത്തേക്ക് കൂടി ഈ പ്രതിനിധികളെ, ഈ സമൂഹത്തിൽ നിന്നുള്ള പ്രതിനിധികളെ നിയമനിർമ്മാണ വകുപ്പിലോട്ട് നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ടോ എന്ന് പറയുന്നതാണ് ആ 10 വർഷം എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷൻ. ഇപ്പം 104-ാം ഭരണഘടനാ ഭേദഗതി 2022 അനുസരിച്ച് അടുത്ത 70 വർഷം ആയിട്ടും ഇത്തരത്തിൽ ലോക്സഭയിലോട്ടും അതുപോലെ തന്നെ നിയമസഭയിലോട്ടും ദളിത് വിഭാഗത്തിൽ SC/ST വിഭാഗത്തിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവ് പ്രതിനിധികളെ വരുന്നുണ്ട്. അത് അടുത്ത 80 വർഷത്തേക്ക് അടുത്ത 10 വർഷത്തൂടെ എക്സ്റ്റെൻഡ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട്
104 ഭരണഘടനാ ഭേദഗതി 2022 വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് അതുകൊണ്ട് അതിനെയാണ് ഒരു 10 വർഷത്തേക്ക് മാത്രമായിട്ട് കൊണ്ടുവന്ന റിസർവേഷൻ അത് കഴിഞ്ഞ് നിർത്തലാക്കുന്ന ഒരു സംവിധാനമാണെന്ന് പറയുന്ന ഒരു മിസ്കൺസെപ്റ്റ് നമുക്കുള്ളത്. അപ്പം നിങ്ങൾ ചോദിക്കും, അപ്പോൾ എങ്ങനെയാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥങ്ങളായാലും സർക്കാർ ഉദ്യോഗസ്ഥരായാലും പിന്നെ അതുപോലെ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും എങ്ങനെയാണ് ഈ റിസർവേഷൻ വന്നത്? അത് 1951 ഇതുപോലെ തന്നെ ഇപ്പോൾ പഞ്ചാബിൽ നടന്നതുപോലെ തന്നെ തമിഴ്നാട്ടിൽ അവരുടെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പിന്നെ അഡ്മിഷൻസ് വരുന്ന സമയത്ത് അവിടെ കുറേയധികം ജനവിഭാഗങ്ങൾ ഈ മറ്റ് കമ്മ്യൂണിറ്റി OBC അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ട്, ദളിത് വിഭാഗത്തിൽ നിന്നുണ്ട്. അവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്രാഹ്മിൻസ് അല്ലാത്ത ആൾക്കാരെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിലൊരു നിയമം പഴയ മദ്രാസ് പിന്നെ സർക്കാർ കൊണ്ടുവരുന്നു. അപ്പോൾ അതിന് ഒപ്പോസ് ചെയ്തിട്ട് ചെമ്പകദുരൈരാജൻ എന്ന് പറയുന്ന ഒരു ലേഡി സുപ്രീം കോടതിയിൽ പോവുകയും 1951 സുപ്രീം കോടതിയിൽ അത് ചോദ്യം ചെയ്യപ്പെടുകയും ചെമ്പകദുരൈരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്നൊരു കേസ് വന്ന് ആ കേസിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടന പിന്നെ അമെൻമെൻറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അമെൻമെൻറ്റ് വരികയാണ്. വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും പിന്നോക്കം നിൽക്കുന്ന SC ST വിഭാഗത്തിലെ ആൾക്കാർക്ക് പ്രത്യേകമായിട്ട് ഇത്തരത്തിലുള്ള നിയമനങ്ങളിൽ പരിഗണന കൊടുക്കുന്നതിന് സ്റ്റേറ്റിന് പിന്നെ അധികാരം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രൊവിഷൻസ് വരെയാണ് ആർട്ടിക്കിൾ 15(4). ഈ ആർട്ടിക്കിൾ 15(4) നിലനിൽക്കെ തന്നെയാണ് അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പരിഗണന വെച്ചുകൊണ്ട് ആർട്ടിക്കിൾ 15(6) എന്ന് പറഞ്ഞുകൊണ്ട് സാമ്പത്തിക പരിഗണന വെച്ചുകൊണ്ട് കൂടി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് EWS ഇപ്പോൾ നിലവിൽ വന്നത്. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങളുടെ അടുത്താണ് ചോദിക്കാനുള്ളത്. ഈ EWS നിലവിൽ വന്നു. EWS നിലവിൽ വന്ന സമയത്ത് 10% വരെ ഇപ്പോൾ റിസർവേഷൻ അവൈൽ ചെയ്യാത്ത മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്ക വിഭാഗം, അതായത് 8 ലക്ഷം രൂപ മാസ വരുമാനമുള്ള മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക്, നമ്മുടെ SC/ST വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് 2.5 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ അവന് കക്കൂസ് കിട്ടത്തില്ല ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ. അവിടെയാണ് 8 ലക്ഷം രൂപ വരുമാന പരിധിയുള്ള മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കക്കാർക്ക് 10% വരെ റിസർവേഷൻ കൊടുക്കാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ സർക്കാർ നിയമനങ്ങൾ എന്നുള്ള ഉത്തരവ് വന്നത്. ഈ 10% കറക്റ്റായിട്ട് എടുത്ത് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്, കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ദേവസ്വം ബോർഡിലാണ്. ഈ 90% നായർ വിഭാഗത്തിലെ ആൾക്കാരെ മാത്രം പിന്നെ ഉള്ള ദേവസ്വം ബോർഡിലാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായമല്ല നിങ്ങൾ ചോദിക്കുന്നത്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത്തരത്തിൽ പ്രോപ്പറായിട്ടുള്ള ഡേറ്റ ഉണ്ടോ? അവരുടെ ഈ 8% ഈ സാമ്പത്തികം പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരുടെ മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്ക വിഭാഗക്കാരുടെ ഡേറ്റ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടോ? അതിന് ആനുപാതികമായിട്ടാണോ അവർ റെപ്രസെൻറ്റേഷൻസ് കൊടുത്തത്? അപ്പോൾ ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം എന്ന് പറയുന്നത്, രാജ്യത്തിൻ്റെ വിഭവങ്ങളെന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരുപോലെയാണെന്നും ജനസംഖ്യാനുപാതികമായിട്ട് അവരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്നും അങ്ങനെ ഉറപ്പുവരുത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് വിഭവങ്ങളുടെ മുരളി സാർ നേരത്തെ പറഞ്ഞുകൊണ്ട് വിഭവങ്ങളുടെ ക്രമീകരണം അത് ശാസ്ത്രീയമായിട്ട് ആർക്കൊക്കെ എത്രയൊക്കെ കിട്ടി, ആർക്കൊക്കെ എത്രയൊക്കെ ഉണ്ട്, ജനസംഖ്യാനുപാതികമായിട്ട് അവരുടെ രാഷ്ട്രീയ അധികാര ഇടങ്ങളിൽ ഡിസിഷൻ മേക്കിംഗ് ബോഡിയിൽ ഇപ്പോൾ സുപ്രീം കോടതിയിലെ കൊളീജിയം ഉൾപ്പെടെ സുപ്രീം കോടതിയിലെ 34ഓളം വരുന്ന ജഡ്ജിമാരുടെ ഇടങ്ങളിൽ ഉൾപ്പെടെ എത്രത്തോളം റെപ്രസെൻറ്റേഷൻസ് ഉണ്ട് എന്ന് പ്രോപ്പറായിട്ടൊരു ഡേറ്റ ഉണ്ടായിരിക്കുകയും അതിനനുസരിച്ച് വിഭവങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കുറച്ചുകൂടെ ഡെമോക്രാറ്റിക്കായിട്ട് ജനാധിപത്യപരമായിട്ട് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് സമയം വൈകിയതുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ ഇതിൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയാണ്. അപ്പോൾ എല്ലാവർക്കും പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ മാത്രമാണ് നമ്മുടെ ജനാധിപത്യം സാർത്ഥകമാകുന്നത്. അപ്പോൾ അതിനുള്ളൊരു ഭരണഘടനാപരമായ മെക്കാനിസമായിട്ടാണ് നമ്മുടെ സംവരണം വിഭാവനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു, അത് നിയമപരമായിട്ടും അതുപോലെ തന്നെ ധാർമ്മികമായിട്ടും ന്യായീകരിക്കാവുന്ന ഒരു സംഗതിയാണ്. ഓക്കെ, താങ്ക് യു. സംഭാഷണത്തിൽ പ്രതികരിച്ചുകൊണ്ട് സംസാരിക്കാം. പെട്ടെന്ന് സംസാരിച്ചാൽ നമുക്ക് സമയത്തിൻ്റെ. പ്രിയമുള്ളവരെ, ഈ ചർച്ചയിലെ വിഷയമെന്ന് പറയുന്നത് സംവരണത്തിൻ്റെ നീതിശാസ്ത്രം എന്ന് പറയും. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ സംവരണം എന്ന് പറഞ്ഞ ആ ടെർമിനോളജിക്ക് തന്നെയാണ് അബദ്ധം പറ്റിയെന്ന് പറയുന്നത്. ഈ സംവരണമല്ലായിരുന്നു അത് വേണ്ടത്. നേരത്തെ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ആ സംവരണത്തിന് പകരം
റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പരിധിവരെ പട്ടികജാതിക്കാർ രക്ഷപ്പെട്ടു പോയെന്നെ. കാരണം ഈ സംവരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നത് SC/ST കാറ്റഗറിക്ക് മാത്രമുള്ളതെന്നാണ് വിചാരിക്കുന്നത്. ഇതിനേക്കാളും പെർസെൻറ്റേജ് കൂടുതൽ അനുഭവിക്കുന്നവരുണ്ട്, മറ്റ് സമുദായങ്ങളുണ്ട്, നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. ഇവരെക്കാളും കൂടുതൽ നേരത്തെ പറഞ്ഞതുപോലെ 2.5 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവർ പണക്കാരനും 8 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവൻ ദരിദ്രനുമായി മാറുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അപ്പം ഇവിടെ സംഭവിച്ചു പോയത് ഈ സംവരണം എന്ന് പറയുന്നത്, നമ്മളെയൊക്കെ പരിഹസിക്കുന്നതെന്ന് പറഞ്ഞാൽ വല്ല പട്ടി പൂച്ചയായിട്ട് ജനിച്ചിരുന്നെങ്കിൽ നമുക്ക് വല്ല ജോലിയെങ്കിലും കിട്ടിപ്പോയെന്ന് പറയുന്ന ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് നമ്മൾ ഈ ചർച്ചയ്ക്ക് വിധേയമായി എന്നുള്ളത്. കാരണം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സമൂഹത്തിൽ ഉയർന്നു നിന്ന ഒരു വിഷയമാണ് കാസ്റ്റ് സെൻസസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സംവരണമല്ല പ്രാതിനിധ്യമാണ് വേണ്ടതെന്നുള്ളത്. ഈ കാസ്റ്റ് സെൻസസ് വിഷയം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലായിട്ട് ആർക്കൊക്കെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് അഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെൻസസ്, എക്കണോമിക്കൽ, കമ്മ്യൂണൽ ആൻഡ് എഡ്യൂക്കേഷണൽ സെൻസസ്, ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇത് ശക്തമായ ഒരു ഐക്യനിര ഇന്ത്യയിലാകമാനം രൂപപ്പെട്ടു, ചില സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കി. ഒന്ന് ആലോചിച്ച് നോക്കൂ, നേരത്തെ പറഞ്ഞ കണക്കുകൾ അനുസരിച്ച് കേരളത്തിൽ കാസ്റ്റ് സെൻസസ് നടപ്പിലാക്കിയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. എന്തായിരിക്കും അവസ്ഥ? ഈ 90% ആളുകളും ഞെട്ടിപ്പോവും, ഉറക്കം വരത്തില്ല. അപ്പം അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഇന്ത്യയിൽ ഉണ്ടായി വന്നപ്പോൾ ഇവിടെ ഭരണകർത്താക്കളും അവർക്ക് ചുക്കാൻ പിടിക്കുന്ന നിയമവ്യവസ്ഥയും കൂടെ ചേർന്നിട്ടാണ് നേരത്തെ 1-ാം തീയതിയിലെ ഒരു സുപ്രീം കോടതി പരാമർശം വന്നത്, അതായത് ക്രിമിലിയർ സംവിധാനം ഇവിടെ ഏർപ്പെടുത്തണമെന്ന്. ഞാൻ പറഞ്ഞത് കേരളത്തിലെ പട്ടികജാതിക്കാർ ക്രിമിലിയർ ഏർപ്പെടുത്തിയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. പക്ഷേ കേരളത്തിലെ പട്ടികജാതിക്കാർ പറഞ്ഞാൽ ഞങ്ങൾക്ക് സംവരണം വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. മെരിറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളെ മെരിറ്റിൽ കൺസിഡർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതുപോലും തരുന്നില്ല നീ. ഈ കഴിഞ്ഞ എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ ഈ നിയമം വന്നതിന് ശേഷം മെരിറ്റിൽ മാർക്ക് നേടിയവരെ മെരിറ്റിൽ മാത്രം കൺസിഡർ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് പോലും മെരിറ്റ് കൺസിഡർ ചെയ്തില്ല. അവസാനം സർക്കാർ ഇടപെട്ടു. ഇന്നത്തെ പത്രത്തിൽ കണ്ടില്ലേ, ഏകദേശം 1300 സീറ്റാണ് നമ്മുടെ കുട്ടികൾക്ക് ലഭിച്ചത്. അപ്പം എന്ന് പറഞ്ഞാൽ ആ നീതിശാസ്ത്രം എന്ന് പറയുന്നത് നീതിയുടെ നിഷേധമാണ്. അതായത് യോഗ്യതയുണ്ടെങ്കിലും തരില്ലെന്നേ. ഞങ്ങളൊക്കെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും, കേരള യൂണിവേഴ്സിറ്റി, അവിടെയൊക്കെ നമ്മൾ യുദ്ധം ചെയ്താണ് നമ്മുടെ ആൾക്കാർക്ക് ഒരു പോസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ പോകുന്നത്. യോഗ്യതയുണ്ട്, പക്ഷെ തരില്ല. ഇതാണ് സംവരണത്തിൻ്റെ നീതിശാസ്ത്രം, വേറൊന്നുമില്ല. ഇത് മാത്രം കരുതിയാൽ മതി. നിങ്ങൾ മനസ്സിലാക്കൂ, യോഗ്യതയുണ്ട് പക്ഷേ തരില്ല. അങ്ങനെ നമുക്ക് കിട്ടാൻ വേണ്ടിയുള്ള ഒരു നിയമമാണ് ഇവർ നേരത്തെ സംവരണം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നു റെപ്രസെൻറ്റേഷൻ, അത് എല്ലാ സമുദായത്തിനും വേണം, ജനസംഖ്യ ആനുപാതികമായിട്ട് അത് വേണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സാറ് പറഞ്ഞത് ശരി തന്നെയാണ്. ഈ റിസർവേഷൻ ഏർപ്പെടുത്തിയിട്ടും ഇവിടെ അനീതി നടക്കുന്നുണ്ട്, വെട്ടിപ്പ് നടക്കുന്നുണ്ട്. അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അങ്ങനെ വെട്ടിപ്പ് നടത്തുന്നുവെന്ന് അനീതി നിഷേധിക്കപ്പെടുന്ന ആൾക്കാർ പറയുകയാണ്, അല്ലെങ്കിൽ വിഭാഗങ്ങൾ പറയുകയാണ്. അപ്പോൾ അത് അങ്ങനെയല്ല എന്ന് തെളിയിക്കാനുള്ള ധാർമ്മികമായ ബാധ്യത ആർക്കുണ്ട്? സർക്കാരിനുണ്ട്. അത് അങ്ങനെ ഒരു കൃത്യമായ കണക്ക്, വിഭവാധികാരങ്ങളുടെ വിതരണത്തിൽ കൃത്യമായ കണക്കെടുക്കുമ്പോഴേ അത് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഒരു കണക്കിനെ പോലും ഭരിക്കുന്നവരും പാർട്ടിക്കാരും ഭയക്കുന്നു. ഇപ്പോൾ EW സംവരണം ഏർപ്പെടുത്തുമ്പോഴത്തേക്ക് ഈ 3 മുഖ്യധാരാ പാർട്ടികളും അതിന് അനുകൂലിച്ചു. 3 പേർ മാത്രം, 3 എംപിമാർ മാത്രമാണ്, മുസ്ലിം എംപിമാർ മാത്രമാണ് അവിടെ അതിന് EWSനെതിരെ വോട്ട് ചെയ്തത്. EWSന് അനുകൂലമായിട്ട് ഈ 3 പാർട്ടിക്കാരും വോട്ട് ചെയ്തിട്ടുണ്ട്, ഈ 3 മുന്നണിക്കാരും വോട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജാതി സെൻസസ് ഏർപ്പെടുത്തണമെന്നുള്ള വാദം വന്നപ്പോഴത്തേക്ക് അവർ 3 പേര് ഒരുമിച്ചു. എന്നുവെച്ചാൽ ഒരു കണക്കെടുപ്പിനെ പോലെ അവർ പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കള്ളന്മാരാണ് എന്ന് പരസ്യമായിട്ട് അവർ പറയുകയാണ്. ഈ പാർട്ടിക്കാർ കണക്കെടുക്കാൻ അവർ തയ്യാറല്ല. കണക്കെടുത്തു കഴിഞ്ഞാൽ കള്ളത്തരം പുറത്തു വരും. ഇതുകൊണ്ടാണ് സംവരണം ന്യായീകരിക്കപ്പെടുന്നത്. ഇപ്പം മനസ്സിലായല്ലേ? ഇതുകൊണ്ടാണ് സംവരണം നീതീകരിക്കപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു. ഞാൻ ഒരു കാര്യം, ഇവിടെ ടെർമിനോളജി, അതായത് എൻ്റെ പേര്
മാറ്റാം. ഇപ്പോൾ സംവരണത്തിന് പകരം റെപ്രസെൻറ്റേഷൻ. പക്ഷേ അത് പേര് മാറ്റിക്കൊണ്ട് വലിയ പ്രയോജനമില്ലെന്ന് തോന്നുന്നു. കാരണം ഹരിജൻസ് എന്നാണ് പറഞ്ഞത്. ഹരിജൻസ് എന്ന്, അതായത് നമ്മുടെ ദൈവത്തിൻ്റെ മക്കളെന്നാണ് ഗാന്ധിജി വിളിച്ചത്. പക്ഷേ അതിന് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഹരിജൻസ് എന്ന് പറഞ്ഞാൽ ഒരു അയിത്തക്കാരെന്നുള്ള മീനിങ് ആണ്. ഇപ്പോൾ ആർക്കും ഈ പറയുന്ന ആർക്കും ഹരിജൻ എന്ന് പറഞ്ഞാൽ എന്തിനാ റിയൽ മീനിങ് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് വാക്ക് മാറിയപ്പോൾ ഈ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് റെപ്രസെൻറ്റേഷൻ നാളെ ഒരു നമ്മൾ കൈകാര്യം ചെയ്യേണ്ടാത്ത ഒരു കാര്യമാണെന്നുള്ള മീനിങ് വരും. അപ്പോൾ അതുകൊണ്ട് ഇത് ആവശ്യം. പിന്നെ വേറൊന്ന്, ഇവിടെ OBC-ക്കാർക്ക് ക്രീമി ലെയറുണ്ട്, ഫോർവേഡ് കാസ്റ്റുകാർക്കും ക്രീമി ലെയറുണ്ട്, ഇത്ര ഇൻകം. അപ്പോൾ രണ്ടും ഒരേ സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ളവരാണോ? ഇതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ അതുപോലെ ഇവർ മെറിറ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. മെറിറ്റില്ല, ഇതിനൊക്കെ മെറിറ്റ് അട്ടിമറിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ എങ്ങനെ അതിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മെറിറ്റ് എന്ന് പറഞ്ഞാൽ പൈസ വേണോ, അല്ല വേറെ എന്തെങ്കിലും ഉണ്ടോ? അതിൽ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കാര്യം തന്നെ പറഞ്ഞു. ദേവസ്വം ബോർഡിൻ്റെ ഇത്രയും നാൾ ഒരു ഇൻഡയറക്റ്റായിട്ട് ടെസ്റ്റൊന്നും നടത്താതെ എടുക്കുമായിരുന്നു. ഇപ്പോഴും അങ്ങനെയാണോന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ അടുത്ത കാലത്തൊരു 5 വർഷം മുമ്പ് ഇവിടുത്തെ പൂജാരിമാർക്ക് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് നടത്തി. അതിൽ 78 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, അല്ല ഇതിൻ്റെ സെലക്ട് ചെയ്തു. അതിൽ 56 പേര് ഈഴവ കമ്മ്യൂണിറ്റി, ഒരു 4-5 പേര് മറ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, പിന്നെ 5-6 പേര് ഹരിജൻസും ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റിയൽ മെറിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് അവിടെ റിയൽ മെറിറ്റ് നോക്കിയതാണ്. അപ്പോൾ ഈ ഒരു പറയുന്ന മെറിറ്റ് അത് ശരിയാണോ ഇല്ലയോ? അത് അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ചോദ്യമല്ല, ഞാനിതൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടീച്ചർ ആയതുകൊണ്ട് പഠിപ്പിക്കാൻ ഒരു ടെൻഡൻസി എപ്പോഴും വരുവേ. അത് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയമായിട്ട് ചേർത്ത് ഇതിനെ പറയാൻ പറ്റുമെന്നുള്ളതാണ്. ചോദ്യങ്ങളായിട്ട് ചോദിക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ 5 മക്കളുണ്ട് എന്ന് വിചാരിക്കുക, അച്ഛനും അമ്മയും. ഒരു ആപ്പിൾ കൊണ്ടുവന്നു, എന്തു ചെയ്യും? 5 പേർക്കായിട്ട് ആര് വീതിച്ചു കൊടുക്കും? അച്ഛനും അമ്മയും വീതിച്ചു കൊടുക്കും. ഇല്ലെങ്കിൽ 5 പേർക്കും തുല്യമായിട്ട് കിട്ടത്തില്ല, ഉറപ്പാണല്ലോ. അത് തന്നെയാണ് ഇവിടെ. സ്റ്റേറ്റ് അച്ഛനും അമ്മയാണെന്ന് വിചാരിക്കുക. നമ്മുടെ വിഭവങ്ങളാണ് തൊഴിൽ, വിദ്യാഭ്യാസം, അധികാരം. ഇത് 3ഉം ആപ്പിളാണെന്ന് വിചാരിക്കുക. ഇത് തുല്യമായിട്ട് വീതം വെച്ച് കൊടുക്കേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഉണ്ട്. അത് നിയമത്തിലൂടെ നമ്മളുടെ ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകൾക്കും വിതരണം ചെയ്തു കൊടുക്കുന്നു. രണ്ടാമത്തെ ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ശ്രേണീകരണം നേരത്തെ പറഞ്ഞ സ്ട്രാറ്റിഫിക്കേഷൻ കാസ്റ്റ് ബേസ്ഡ് തന്നെയാണ്. ഇനി ക്ലാസ് ആകാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സോഷ്യോളജിയിൽ പറയുന്നത് ക്ലാസ് ഈസ് ഓപ്പൺ, കാസ്റ്റ് ഈസ് ക്ലോസ്ഡ് എന്നുള്ളതാണ്. അതായത് ഇന്ന് ദരിദ്രനായിരിക്കുന്ന ഒരാൾ നാളെ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ അയാൾ അപ്പർ ക്ലാസ്സിൽ എത്തിപ്പെടും. അപ്പോൾ നേരത്തെ പറഞ്ഞ വിതരണത്തിൽ തുല്യത വരുത്തില്ല. പക്ഷേ ജാതിയിൽ താഴ്ന്ന ഒരാൾ അയാൾ ഇനി കോടീശ്വരനായാലും ആ ഹൈറാർക്കി ശ്രേണിയിൽ താഴെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ വിഭവങ്ങൾ തുല്യമായിട്ട് പങ്കുവയ്ക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ് സംവരണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം. പങ്കാളിത്തമാണ് വിദ്യാഭ്യാസം, തൊഴിൽ, അധികാരം. ഒരു ഉദാഹരണം കൂടെ ഉള്ളൂ. 141 നിയമസഭാ സീറ്റുകളിൽ റിസർവ് ചെയ്യാത്ത ഏതെങ്കിലും സീറ്റുകളിൽ ഈ പറഞ്ഞ വിഭാഗങ്ങൾക്ക് പങ്കാളിത്തം കിട്ടുന്നുണ്ടോ? മുഖ്യമന്ത്രിയായിട്ട് ഏതെങ്കിലും ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ വന്നിട്ടുണ്ടോ? സെയിം തന്നെയാണ് സ്ത്രീകളുടെ കാര്യം. നേരത്തെ പറഞ്ഞത് ഇത് തന്നെ നിങ്ങൾക്ക് സ്ത്രീകളുടെ കാര്യം എടുത്ത് വെച്ച് വായിച്ചു നോക്കാൻ പറ്റും. മുഖ്യമന്ത്രിയായിട്ട് ഒരു സ്ത്രീ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. സംവരണം സ്ത്രീകൾക്ക് മാത്രമാണ്. സ്ത്രീകൾക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? സെയിം നിങ്ങൾ കാണുന്നൊരു ഉദാഹരണം, ബസ്സിൽ കയറിയാൽ മതി, അവിടെ വെച്ചിട്ടുണ്ട് അമ്മയും കുഞ്ഞും, പിന്നെ അംഗപരിമിതർ, വൃദ്ധർ. അതവിടെ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അത് ഉണ്ടായിട്ട് പോലും ചിലപ്പോൾ കണ്ടക്ടർ ഇടപെടേണ്ടി വരും ആ സീറ്റൊന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ. അതവിടെ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകളുടെ ദയയ്ക്ക് വേണ്ടി കാത്തു നിൽക്കണം, ഒന്ന് എഴുന്നേറ്റ് തരുമോ എന്ന്. അപ്പം അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, മനസ്സിലാവാൻ വേണ്ടി ഒന്ന് പറഞ്ഞതാണ്. രണ്ടാമത്, ഇതിനു വേണ്ടി എന്തുകൊണ്ട് ഈ ഇപ്പം ഈ സംവരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് മുഴുവൻ മൈനോറിറ്റീസാണ്. അപ്പം ബസ്സിൽ കയറിയാലും ഈ സീറ്റ് റിസർവേഷൻ അവിടെ ഉണ്ടാവണമെന്ന് ആഗ്രഹമുള്ള ഒരു കൂട്ടരേ ഉള്ളൂ. അത് അമ്മയും കുഞ്ഞും വൃദ്ധരായവർക്കും അംഗപരിമിതർ, കാരണം അവർക്കാണ് ആ സീറ്റിൻ്റെ ആവശ്യം, മറ്റുള്ളവർക്കല്ലാതെ തന്നെ നേടിയെടുക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഈ പങ്കാളിത്തം അല്ലെങ്കിൽ ഈ തുല്യമായിട്ട് വിതരണം ഇല്ലെങ്കിലും കിട്ടുന്ന വിഭാഗമുണ്ട്, അവരിതിനെപ്പറ്റി മിണ്ടത്തില്ല. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് ഉറപ്പുള്ള ആളുകൾ മാത്രം ഇങ്ങനെ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ വിഷയങ്ങൾ ഇങ്ങനെ കുറച്ച് പേർക്ക് മാത്രമായിട്ട് സംസാരിക്കേണ്ടി വരുന്നത്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ സാധാരണ ഈ വിഷയങ്ങൾ ഈ പറഞ്ഞ ജാതി സംഘടനകളോ അവരുടെ ഒരു കൂട്ടത്തിൽ മാത്രമാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. നാസ്റ്റി നേഷൻ പോലെയുള്ള സംഘടനകൾ ഇതൊരു പൊതുവേദിയിൽ ഇങ്ങനെ ചർച്ചയാക്കാൻ സമ്മതിച്ച, അല്ലെങ്കിൽ അതിനൊരു മുൻകൈ എടുത്തതിൽ അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇവിടെ നമ്മുടെ പ്രതിപാദ്യ വിഷയം സംവരണമാണ്. സംവരണം വേണം തന്നെയാണ് നമ്മുടെ സംഭാഷകരും പറഞ്ഞത്. ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയ പിന്നെ എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ പോകാൻ. ഇവിടെ കേട്ടതിൽ വെച്ച് എനിക്ക് തോന്നിയത്
90% നമ്മുടെ തൊഴിൽ മേഖലകളിലും സംവരണം അനുവർത്തിക്കപ്പെടുന്നില്ല എന്നാണ്. കാരണം അത് പറഞ്ഞു കഴിഞ്ഞു. കാരണം വളരെ ചുരുക്കം ഗവൺമെൻറ് ജോലികളിൽ മാത്രമാണ് സംവരണം അനുവർത്തിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംവരണം എന്നുള്ള ഏർപ്പാടിന് വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ പറയാൻ രണ്ടാമതൊരു കാരണം കൂടെയുണ്ട്. ഇതിൽ ഇപ്പോൾ ഈ വളരെ കുറഞ്ഞ സംവരണം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ സംവരണ വിഭാഗത്തിന് ഇപ്പോൾ കിട്ടുന്നത്. ബാക്കിയെല്ലാം പല കാരണങ്ങൾ കൊണ്ട് മാറിപ്പോകുന്നു. ഇനി ഇത് കിട്ടുന്നത് ആർക്കാണ്? നമ്മുടെ ഈ സംവരണം ഏർപ്പെടുത്തിയിട്ട് ഏതാണ്ട് ഒരു 10-70 വർഷത്തോളം ആയെന്ന് തോന്നുന്നു. ഈ 70 വർഷത്തോളം ആയി എന്ന് പറയുമ്പോൾ അന്ന് കാലത്ത് ജോലിയിലോ മറ്റു ജോലി സാമ്പത്തികമായി ഉയരാൻ ഒരു സാഹചര്യം കിട്ടിയ ആൾക്കാരുടെ മക്കളാണ് പിന്നെ അടുത്ത സംവരണത്തിലോട്ട് വരുന്നത്. അതല്ലാതെ ഈ താഴെക്കെട്ടുള്ള ഇതേ ഒരു SC ST അല്ലെങ്കിൽ OBC വിഭാഗത്തിൽപ്പെട്ട ജോലിയില്ലാത്ത ആരുടെയും മക്കളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആൾക്കാരോ ഒന്നും ഈ സംവരണത്തിന് അർഹരായി വരുന്നില്ല. ഇതിൽ വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം സംവരണം അനുഭവിക്കുകയും അവർ മേൽത്തട്ടിലെയും വരുന്ന ആൾക്കാർ തന്നെയാണ് ഈ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ പാസ്സാവുന്നത്. അല്ലാതെ അവരുടെ വിഭാഗത്തിൽപ്പെട്ട മറ്റാരെങ്കിലും ഇതിനകത്ത് വരത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെയും ഒരു മൈനോറിറ്റി തന്നെയാണ് ഇത് അനുഭവിക്കുന്നത്. ഞാനും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്ന ആളാണ്, അവിടെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇതൊന്നും അല്ലാത്ത മറ്റൊരു വിഷയം കൂടെയുണ്ട്. ഒരു SC ST വിഭാഗത്തിൽപ്പെട്ട കുറേ പേരെ ഒരു ജോലിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ എല്ലാവരും തുല്യ മിടുക്കന്മാരല്ല. ഇതിൽ പരീക്ഷ എഴുതി ജയിക്കാൻ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ ജയിക്കാൻ പറ്റുന്ന ആൾക്കാർ മാത്രമാണ് പിന്നീടുള്ള പ്രൊമോഷനുകളിൽ വരുന്നത്. അവരും കയറി വന്ന് ടോപ്പിലിരിക്കും. പിന്നെ ഈ ബാക്കിയുള്ള SC ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആർക്കും പിന്നെ അവിടേക്ക് പ്രവേശനമൊന്നുമില്ല. ഇത് ആദ്യം കയറിപ്പോയവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഈ സംവരണം എന്നുള്ളതൊക്കെ ഈ തിയറിയിൽ മാത്രമേ ഉള്ളൂ, പ്രാക്ടീസിൽ ഇതൊന്നും നടക്കില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉള്ളത്, ഇതിങ്ങനെ കയറിപ്പോകുമ്പോൾ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിലേക്കാണെങ്കിൽ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംവരണ വിഭാഗത്തിന് ജനറൽ കാറ്റഗറിയിലും കയറിപ്പോകാം, SC ST വിഭാഗത്തിലും കയറിപ്പോകാം. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് ചെയ്യുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SC ST വിഭാഗത്തിൽ വളരെ ചുരുങ്ങിയ പേര് കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ പാസ്സാവാറുള്ളൂ. പൊതുവെ അങ്ങനെയാണ്. അപ്പോൾ എന്ത് പറ്റും? പാസ്സായവർ നേരെ കയറിപ്പോയി ടോപ്പ് ലെവലിലുള്ള ഓഫീസേഴ്സ് ഇരിക്കും. ജനറൽ കാറ്റഗറി വരുന്നവരും ഇതേപോലെ പിന്നീട് പ്രൊമോഷൻ കിട്ടുമ്പോൾ അവരും ചെറുപ്രായത്തിൽ തന്നെ മുകളിൽ കയറിയിരിക്കും. പിന്നെ മുകളിൽ ഇരിക്കുന്നവരെല്ലാവരും പിന്നെ സവർണരൊന്നും അവിടെ കാണത്തില്ല. ശരിക്കും സംവരണം നടത്തി പോരുന്ന രീതി അങ്ങനെയാണ് സെൻട്രൽ ഗവൺമെൻറ്റിൽ. കാരണം അവർക്ക് ജനറൽ വിഭാഗത്തിലും കയറാം, കോട്ടയിലും കയറാം. ചുരുക്കി പറഞ്ഞാൽ ഇതുകൊണ്ടൊന്നും ഈ SC STക്കോ മറ്റുള്ള എന്തെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കോ വലിയ പ്രയോജനമൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് പറഞ്ഞു നടക്കാവുന്നേ ഉള്ളൂ. പ്രായോഗിക തലത്തിൽ ഇതിന് വലിയ കാര്യമൊന്നുമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ AG's ഓഫീസിലാണ് വർക്ക് ചെയ്തത്. ഞാൻ സാറിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സാറ് വർക്ക് ചെയ്ത ഓഫീസിലുണ്ടല്ലോ, എത്ര SC ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു? അല്ല സാറ് വർക്ക് ചെയ്ത സ്ഥലത്ത് എത്ര SC ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു? അവർക്ക് തൊഴിൽ പ്രവേശനത്തിന് അല്ല, നമ്പറല്ല ഞാൻ പറയുന്നത്, അവർക്ക് പെർസെൻറ്റേജ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, ഗവൺമെൻറ് അനുവദിച്ച പെർസെൻറ്റേജിൽ തന്നെയാണ് ഇവർക്ക് ഈ ജോലിയിൽ പ്രവേശനം ലഭിക്കുന്നത്. അതായത് ഒരു ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആൾ ടോപ്പ് റാങ്കിൽ നിൽക്കുവാണെങ്കിലും സപ്ലിമെൻ്ററിയിൽ ഏറ്റവും താഴെയുള്ള ആൾ ആയിരിക്കും ആ ആനുപാതം വരുമ്പോൾ. അതായത് ഇപ്പോൾ 22 പേരെ ജനറൽ വിഭാഗത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് SC വേണം, അല്ലെങ്കിൽ ST വേണം, OBC വേണം എന്നുള്ള നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ അനുസരിച്ച് തന്നെയാണ് ഇവരെ ജോലിയിലേക്ക് എടുക്കുന്നത്. ശരി സാർ, അത് പറഞ്ഞ് മനസ്സിലായി. സാറ് പറഞ്ഞ ഒരു കോൺഫ്ലിക്ട്സ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അദ്ദേഹം തന്നെ ആദ്യം പറഞ്ഞു ഈ SC ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അവർ അത് അവൈൽ ചെയ്ത് ചെയ്യുന്ന ആൾക്കാർ ക്വാളിഫിക്കേഷൻസ് കുറവായിരിക്കും, അവരുടെ യോഗ്യത കുറവായിരിക്കും, അവരുടെ നിലവാരം കുറവായിരിക്കും എന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞു. രണ്ടാമത്തെ കോൺടെസ്റ്റിൽ അദ്ദേഹം തന്നെ പറയുകയാണ്, ഇതിൽ ആദ്യമായിട്ട് അവൈൽ ചെയ്യുന്ന ആൾക്കാർ ജനറൽ കാറ്റഗറിയിൽ തന്നെ കയറിപ്പോവുകയും അവരവിടെ അതിൽ സ്വന്തമാക്കുകയും മറ്റുള്ളവർക്ക് ആ വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ഇത് ഈ രണ്ട് കോൺഫ്ലിക്റ്റ് തന്നെയാണ് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മൾ ഉന്നയിക്കുന്നത്. ഒരേ തരത്തിൽ അവർ പറയും, നിങ്ങൾ ക്വാളിഫൈഡ് അല്ല, യു ആർ നോട്ട് സപ്പോസ് ടു ബി വർക്ക് ഹിയർ, ആഡിക്കേറ്റ് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാരാണെന്ന് പറയുകയും
അതേ തരത്തിൽ അവർ പറയുകയും ചെയ്യും, ഇല്ല നിങ്ങൾ മറ്റുള്ളവരെക്കാളും ക്വാളിഫിക്കേഷൻ ശരി നിങ്ങൾ കയറിപ്പോകുന്നു, അതുകൊണ്ട് മറ്റുള്ളവരുടെ അവസരം പോകുമെന്ന് പറയും. രണ്ടിനും ഡേറ്റ വേണ്ടി, ക്വാളിഫിക്കേഷൻസ് ഉള്ളതിനും ഡേറ്റ വേണം, പ്രോപ്പർ ഇതിന് കൂടുതൽ ഉണ്ടെന്നുള്ളതിനും ഡാറ്റ വേണം. ഡാറ്റ ഉണ്ടോ? ഇല്ല. ഇനി ഒരു കാര്യം എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇദ്ദേഹം AGS ഓഫീസിലാണ് വർക്ക് ചെയ്തെന്ന് പറഞ്ഞു. 2021 ഒരു ഗവൺമെൻറ് ഓർഡർ ഇറക്കുകയാണ്. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് സെൽ A and B ഉണ്ടായിരുന്നു. വിവിധ 240ഓളം വകുപ്പുകളിൽ വിവിധ വകുപ്പുകളായിട്ട് SC/ST വിഭാഗത്തിലെ ജനവിഭാഗങ്ങൾക്ക് അവരുടെ റെപ്രസെൻറ്റേഷൻസ് കുറവാണെങ്കിൽ അതാത് വകുപ്പുകൾ, സാറിൻ്റെ AGS ഉൾപ്പെടെ അതാത് വകുപ്പുകളിൽ പ്രോപ്പർ റെപ്രസെൻറ്റേഷൻ SC/ST വിഭാഗത്തിന് കുറവാണെങ്കിൽ അത് നോട്ടിഫൈ ചെയ്യപ്പെടുകയും ആ നോട്ടിഫിക്കേഷൻസ് അനുസരിച്ച് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഇറക്കാനായിട്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് സെൽ AB എന്ന് പറഞ്ഞ 2 പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. ഈ സെൽ B 2021 ഇദ്ദേഹത്തെ പോലെയുള്ള ചിന്തിക്കുന്ന സവർണ വിഭാഗത്തിൽപ്പെട്ട, പറയുന്നതിന് വളരെ വിഷമമുണ്ട്, മനോഭാവമുള്ള ആൾക്കാർ ഉദ്യോഗസ്ഥരായിട്ട് വരുന്നൊരു ഗവൺമെൻറ് ഓർഡർ ഇറക്കുകയാണ്. ആ ഓർഡർ ഇറക്കിയോടുകൂടി എംപ്ലോയ്മെൻറ്റ് സെൽ B എന്നുള്ള സംവിധാനം നിർത്തലാക്കുകയാണ്. അതെങ്ങനെയാണ് നിർത്തലാക്കിയെന്ന് പറയുന്നത് നോക്കിയോ. വിവിധ ജനവിഭാഗങ്ങളെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ റിസർവേഷൻ അനുസരിച്ച് കയറുകയും അത്തരത്തിൽ അവർക്ക് എന്തെങ്കിലും തരത്തിൽ അവർ മറ്റ് പ്രൊഫഷനായിട്ട് പോവുകയോ മറ്റു ജോലി സാധ്യതകൾ തേടി പോവുകയോ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒഴിവുകൾ അതാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ നോട്ടിഫൈ ചെയ്യാനും അത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്താനും ഉണ്ടായിരുന്ന ഒരു സംവിധാനത്തെ റദ്ദ് ചെയ്തുകൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണ്. ഈ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് വിവിധ ദളിത് സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ സമരം നടത്തി. 10ഓളം ദളിത് സംഘടനകൾ ഒരുമിച്ചും രാത്രി സമരമൊക്കെ നടത്തി. ആരും കണ്ടില്ല. അതിലുണ്ടായിരുന്ന 4 ഉദ്യോഗസ്ഥരെ മാത്രമാണ്, പേഴ്സണലി എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. ആ 4 ഉദ്യോഗസ്ഥരെ മാറ്റിയത് എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോക്ക വികസന വകുപ്പിലോട്ടാണ് അവരെ മാറ്റിയത്. അപ്പോൾ ഇതാണ് സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവർണ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ്. ഇതാണ് അവർ ക്വാളിഫൈഡ് അല്ല. 2 അവരുടെ എൻട്രികൾ തടയപ്പെടുക, അത് ഏത് തരത്തിലുള്ളതായാലും തടയപ്പെടുക എന്നുള്ള തരത്തിലുള്ള അതിനുള്ള ലീഗാലിറ്റി, അതിനുള്ള തരത്തിലുള്ള എന്തെങ്കിലും ഒരു ടെക്നിക്കാലിറ്റി അവർ ഉണ്ടാക്കിയെടുക്കുകയും അതൊക്കെ ഗവൺമെൻറ് ഓർഡറിലൂടെ നടപ്പിലാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടുകൂടെയാണ് നമ്മളത് പറയുന്നത്. ഇത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. പിന്നെ അദ്ദേഹം നേരത്തെ ഒരാൾ ചോദിച്ചൂടെ, അപ്പം നിങ്ങൾ ഈ സ്വകാര്യ സ്ഥാപനങ്ങളിൽ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നല്ലോ, അവിടെ ഈ ക്വാളിറ്റി നിങ്ങൾ ചോദിക്കുന്നില്ലേ എന്നുള്ള. ക്വാളിറ്റി ചോദിക്കേണ്ട കാര്യമില്ല. കാര്യം അവർ ജന്മനാൽ ദേ ആർ നോൺ ദളിത്. ഞാൻ നോൺ ദളിതായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ എൻ്റെ കപ്പാസിറ്റി കൂടുതലാണ്. ഞാനൊരു പുലയനായിട്ടോ പറയാനായിട്ടോ ജനിച്ചു കഴിഞ്ഞാൽ എൻ്റെ കപ്പാസിറ്റി ജന്മനാൽ കുറവാണ് എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തോടാണ് ഞാൻ സംവദിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സംവദിക്കുന്നത്. അവിടെ നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് അതിനൊരു ഉത്തരം കണ്ടെത്തുക എന്ന് പറയുന്നത്? അത് ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്, അവരവരെ ആലോചിക്കേണ്ടതാണ്. വെദർ ഹീസ് സുപ്പീരിയർ ടു മീ, വെദർ ഐ ആം സുപ്പീരിയർ ടു ഹിം, ഞാൻ സുപ്പീരിയർ ആണോ, ഞാൻ ഇൻഫീരിയർ. ഒരു കാര്യം കൂടെ പറയാം, എക്സാമ്പിൾ ആയിട്ട്. നേരത്തെ പറഞ്ഞു, എൻ്റെ സുഹൃത്തുക്കളുടെ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്തെന്നു. ഞാൻ എക്സിറ്റ് ചെയ്യുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്തതൊരു ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ഒരു സുഹൃത്താണ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് അദ്ദേഹം. അപ്പോൾ എനിക്കിത് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ അവർ ശാസ്ത്രമെന്ന് വിചാരിക്കുന്ന, അറിവെന്ന് വിചാരിക്കുന്ന ഒരു കാര്യത്തെ മറ്റുള്ളവരെ അറിയാതിരിക്കാൻ വേണ്ടി പിന്നെ നമുക്ക് പിന്നെ നമ്മുടെ ചെവിയിൽ ഒഴിച്ചു. അതിപ്പം ദളിത് വിഭാഗത്തിൻ്റെ മാത്രമല്ല, ശൂദ്ര വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ള ആൾക്കാരെ അറിയാതിരിക്കാൻ വേണ്ടി ഒഴിച്ചു. ഇപ്പോൾ അവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ നോട്ട് റെഡി ടു ഹിയർ എന്നാണ്. നിങ്ങൾ ആർജിച്ച വിദ്യാഭ്യാസത്തെ കേൾക്കാൻ അവർ തയ്യാറല്ല എന്നാളാണ്. ആ കേൾക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് തോന്നിയത് അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്ത ആൾക്കാരൊക്കെ അദ്ദേഹത്തിനേക്കാളും ക്വാളിറ്റി കുറഞ്ഞ, കഴിവ് കുറഞ്ഞ ആൾക്കാരാണെന്ന്. ആ ക്വാളിറ്റി കുറഞ്ഞ, കഴിവ് കുറഞ്ഞ ആൾക്കാരെന്തായാലും അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യാൻ വരില്ല എന്ന് മാത്രമാണ് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനോട് മറുപടിയായിട്ട് പറയാനുള്ളത്. ഇവിടെ ക്വാളിറ്റിയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, പ്രാക്ടിക്കലി ഇത് എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. അതിന് 2 പേരും ഇയാൾ ആൻസർ പറഞ്ഞില്ല. അതായത് ഇപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യമുണ്ട്, ഇപ്പോൾ ഒരു സംവരണം അനുഭവിച്ച് മുന്നോട്ട് വന്ന ആൾക്കാരല്ലാതെ താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് ഇത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് ചോദ്യം. അതിനുത്തരം പറഞ്ഞില്ല. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. മലയാള ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരാളുടെ അയാളുടെ മകന് വേണമെങ്കിൽ ശബരിമല തന്ത്രിയായിട്ട് വരാം. എൻ്റെ അച്ഛൻ പോലീസ് CA ആയിരുന്നു, റിട്ടയർ ആയ ആളാണ്. എനിക്ക് CA ആയിട്ട് വരാൻ പറ്റില്ല. എനിക്കും ആ പ്രോസസ്സിലൂടെ കടന്നു പോവുകയും എൻ്റെ ജന്മം കൊണ്ടല്ല, എൻ്റെ ക്വാളിഫിക്കേഷൻസ് കൊണ്ടും ആ
ഏതാണോ എക്സാം, ആ എക്സാമിൽ എനിക്ക് അവിടെ തന്നിരിക്കുന്ന ക്രൈറ്റീരിയ അനുസരിച്ച് പിന്നെ എക്സാം എഴുതുകയും അതിനനുസരിച്ച് ക്വാളിഫിക്കേഷൻസ് നേടിയാൽ മാത്രമേ ഞാൻ അവിടെ ഒരു കാൻഡിഡേറ്റായി മാറുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥിയായിട്ട് മാറുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു ജോലിക്കാരനായിട്ട് മാറുന്നുള്ളൂ. അല്ലാതെ ശബരിമല തന്ത്രിയുടെ പോലെയോ അല്ലെങ്കിൽ ശാസ്ത്രിയുടെ പോലെയോ മകൻ്റെ മകനോ മകളുടെ മകനോ ഡോക്ടറോ എഞ്ചിനീയറോ ആകുന്ന ഒരു സംവിധാനമല്ല സംവരണത്തിനെ കുറിച്ചുള്ള ഒരു മിസ്കൺസെപ്റ്റാണ്. ഈ ആദിവാസി മേഖലയിൽ ഉൾപ്പെടെ വർക്ക് ചെയ്തിട്ടൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് അവിടെ നിന്നൊക്കെ വളരെയധികം കുട്ടികൾ ഇന്ന് പുറം രാജ്യങ്ങൾ ഉൾപ്പെടെ പോകുന്നുണ്ട്. അവരാരും തന്നെ ഒരു തലമുറയിൽ വന്ന് സംവരണം അപ്പീൽ ചെയ്തിട്ട് അവരുടെ തൊട്ടടുത്ത തലമുറയിലെ ആൾക്കാരൊന്നുമല്ല. അത് അദ്ദേഹത്തിന് അതിനെപ്പറ്റി എനിക്ക് തോന്നുന്നു ഹീസ് ലെസ് ഇൻഫോംഡ് ബിക്കോസ് ഓഫ് ദാറ്റ്. സോറി സാർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ AG's ഓഫീസിലെ സാറിൻ്റെ പേര് ഞാൻ ശ്രദ്ധിച്ചില്ല. സാറ് പറഞ്ഞത് നിങ്ങൾ ആ ഒരു രീതിയിൽ കാണേണ്ട ഒരു ഫ്രീ തിങ്കറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സംവരണം അദ്ദേഹം അത് അവൈൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാനുള്ള അവകാശവും അധികാരവും ഒക്കെ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ സംവരണം എന്ന പ്രക്രിയയുടെ അടിസ്ഥാനപരമായ കാര്യം മനസ്സിലാക്കാതെയാണ് സാറ് സംസാരിച്ചത്. അത് സാമ്പത്തികമായിട്ട് ആരെങ്കിലും ഉയർത്താൻ വേണ്ടിയിട്ടല്ല സംവരണം ഇന്ത്യയിൽ കൊണ്ടുവന്നത്. സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് പ്രോപ്പറായിട്ടുള്ള പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിനാണ്. ശരിക്കും കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സംവരണം ഒരു പാപപരിഹാര പ്രക്രിയയല്ല. പണ്ട് നിങ്ങളിപ്പോൾ പറയാമായിരിക്കും ഇപ്പോൾ തൊട്ടുകൂടായ്മയില്ലല്ലോ, അൺടച്ചബിലിറ്റി ഇല്ലല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ ഉപരിപ്ലവമായിട്ട് അവകാശപ്പെടുന്ന കാര്യങ്ങളാണ്. സംവരണത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യമെന്ന് പറയുന്നത് പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നാണ്. സാറ് പറഞ്ഞു ഇത്രയും വർഷമായിട്ട് സംവരണം എന്നുള്ളൊരു പ്രക്രിയ വളരെ നിരാശപ്പെടുത്തി. അതിന് കാരണം സാറിപ്പോൾ പറഞ്ഞ സാറിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം OBCക്ക് 27% കേന്ദ്രത്തിലെ 100 ഉദ്യോഗസ്ഥരെ എടുക്കുമ്പോൾ അതിൽ 27 പേരും സാറ് പറഞ്ഞ കണക്കനുസരിച്ച് സംവരണം അവൈൽ ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവണം. പക്ഷേ അതുണ്ടാവുന്നില്ല. എന്താണ് കാരണം പറഞ്ഞാൽ സംവരണ പ്രക്രിയ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ കൃത്യമായിട്ട് അട്ടിമറിക്കപ്പെടുകയാണ് ഇന്ന്. ഈ PSCയിൽ ഒരു സിസ്റ്റം ഉണ്ട്, റൊട്ടേഷൻ. ഞാൻ അത് പറയുമ്പോൾ ഒരുപാട് നീണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നു. അത് കൃത്യമായിട്ട് സംവരണ പ്രക്രിയ അട്ടിമറിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ നോക്കുമ്പോൾ ദളിതർ അവർക്ക് ഇത്രയും വർഷം 10-70 വർഷം റിസർവേഷൻ കൊടുത്തിട്ട് അവരില്ലല്ലോ എന്ന് പറയുന്ന സംവരണ പ്രക്രിയയുടെ പരാജയമല്ല. ഇവിടെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ചേർന്നിട്ട് ഈ സംവരണ പ്രക്രിയയെ കാലാകാലങ്ങളായിട്ട് കൃത്യമായിട്ട് അട്ടിമറിക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു ഫ്രീ തിങ്കറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്കോ അദ്ദേഹത്തിന് സ്വയമോ സംവരണം വേണമെന്നോ വേണ്ടാന്നോ വെക്കാം, അദ്ദേഹത്തിൻ്റെ അവകാശമാണ്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് സംവരണം എന്ന് പറയുന്ന ആ പ്രോജക്റ്റിൻ്റെ തന്നെ അടിസ്ഥാനപരമായ കാര്യം പ്രാതിനിധ്യമാണ്. അത് ഇതുവരെ ഉറപ്പാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് വേണമെങ്കിൽ ഇപ്പോഴത്തെ ഈ സുപ്രീം കോടതിയുടെയൊക്കെ നിലപാട്, ഇപ്പം മോദിജിയെ വിളിച്ച് വീട്ടിൽ പൂജ നടത്തുന്ന സുപ്രീം കോടതി തന്നെ ഈ സാമ്പത്തിക സംവരണം കൊണ്ടുവന്നത് തന്നെ അതിൻ്റെ അടിസ്ഥാനമായിട്ട് അടുത്ത 5 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ കൊണ്ട് തന്നെ സംവരണം വേണ്ട എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയാണെന്നാണ് ഞാൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ഈ മോദിജിയെ വിളിച്ചിട്ട് വീട്ടിൽ പൂജ നടത്തിയ ഒരു സുപ്രീം കോടതി ജഡ്ജിക്ക് എന്ത് മതേതരമായ എന്ത് ജനാധിപത്യപരമായ ഡിസിഷൻ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു. പിന്നെ ഒരു ഫ്രീ തിങ്കറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേണമെങ്കിൽ വേണ്ടാന്ന് വെക്കാം, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അവകാശങ്ങളാണ്. പക്ഷേ സംവരണം കാലാകാലങ്ങളിൽ അട്ടിമറിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ സെഷൻ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. സംവരണം തീർച്ചയായിട്ടും വളരെ ഹോട്ടായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അതിന് വാദപ്രതിവാദങ്ങൾ, അതിൻ്റെ ചേരിയുടെ സ്വഭാവം ഒക്കെ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന തരത്തിലുള്ള വാദഗതികൾ ഉണ്ടാവാറുണ്ട്. സംവരണം എപ്പോഴും അത് രാഷ്ട്രീയമായിട്ടും സാംസ്കാരികമായിട്ടും വൈകാരികമായിട്ട് പോലും വൈകാരികതയും അതിനുള്ള സബ്ജക്റ്റാണ്. പക്ഷേ ഇവിടെ വന്ന 1-2 കാര്യങ്ങളിൽ എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു വീക്ഷണമുണ്ട്. അത് ഒന്ന്, ടീച്ചർ പറഞ്ഞത് മാതാപിതാക്കളുടെ ഉപമ പറഞ്ഞു. മാതാപിതാക്കൾ ഒരു ആപ്പിൾ കൊണ്ടുവരുന്നു, മാതാപിതാക്കൾ ആപ്പിൾ കൊണ്ടുവരുന്ന അപ്പോൾ ആപ്പിൾ കൃത്യമായിട്ട് എല്ലാവർക്കും മുറിച്ച് കൊടുക്കുമെന്ന് പറയുന്നത് അത് അതീവ ലളിതവൽക്കരിക്കപ്പെട്ട ഒരു വിശദീകരണമായി പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമുക്ക് ഈ ഹയറാർക്കി ഓഫ് കോമ്പീറ്റൻസി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഹയറാർക്കി ബൈ കോമ്പീറ്റൻസി വളരെ പ്രധാനമാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ ഘടന അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പോക്ക് അതൊരു സർക്കാർ ജോലിയിൽ തുടങ്ങുന്നതോ സർക്കാർ ജോലിയിൽ അവസാനിക്കുന്നതോ അല്ല. അത് ആത്യന്തികമായിട്ട് കോമ്പീറ്റൻസി എന്നുള്ളൊരു ഘടകമുണ്ട്. കോമ്പീറ്റൻസി, വി നീഡ് ടു ബി കോമ്പീറ്റൻറ്റ് ടു ഗെറ്റ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ സിസ്റ്റം. അതാണ് ഹയറാർക്കി ഓഫ് കോമ്പീറ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മറ്റൊരു പേഴ്സ്പെക്റ്റീവ്, ഞാനൊരു സംവരണ വിരുദ്ധമായിട്ട് സംസാരിക്കുന്നില്ല. സംവരണത്തിന് കുറേ നല്ല വശങ്ങളുണ്ട്. അതൊരു പ്രധാനപ്പെട്ട പൈയുടെ
ഒരു ഭാഗം അത് ഡിസർവ് ചെയ്യുന്ന ആളുകളുണ്ട്, അത് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ആവശ്യം. കാരണം അതും ഇത് സമൂഹത്തിൻ്റെ ഒരു ഇംബാലൻസിങ് തകരാറിരിക്കാൻ ആവശ്യമുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഒരു വശവും കൂടി ഇതിനകത്തുണ്ട്. അത് ഇത് തന്നെയാണ്, നമ്മൾ സമൂഹത്തിൻ്റെ കോമ്പീറ്റൻസി ലെവലിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സമൂഹത്തിൽ മത്സരാധിഷ്ഠിതമായ വ്യക്തികളെ രൂപപ്പെടുത്തുക എന്നുള്ളത് സമൂഹത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമാണ്. അല്ലെങ്കിൽ ആ സമൂഹം തകർന്നു പോകും. സമൂഹം ഒരു സ്ഥിരമായ പരിഹാരമല്ല, പക്ഷേ നമുക്ക് കോമ്പീറ്റൻസി ആളുകളിൽ ഉണ്ടാക്കുക എന്നുള്ളത് സ്ഥിരമായ പരിഹാരമാണ്. കോമ്പീറ്റൻസി ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ഘടകമാണ്. ഇതൊരു എൻ്റെ ഒരു വീക്ഷണം മാത്രമാണ്. ഞാൻ സംവരണ വിരുദ്ധനൊന്നും അല്ല, സംവരണത്തിന് നല്ല നിലയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. എല്ലാവർക്കും നന്ദി. നമ്മുടെ AG's ഓഫീസിലെ സുഹൃത്ത് അവർ ഈ സംവരണക്കാരടുത്ത് സംവരണം വേണ്ടെന്ന് പറയാനൊരു കാരണം കൂടി പറഞ്ഞു. ആ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ വരുന്നവരിൽ ഒരു ചെറിയ വിഭാഗം അങ്ങ് മുകളിൽ കയറി പോവുകയും മറ്റു വിഭാഗങ്ങൾ അവിടെ കിടക്കുകയും ചെയ്യും. ആ ഒരു കാരണം കൊണ്ട് എല്ലാവരും സംവരണം വേണ്ടെന്ന് പറയുന്നു എന്നാണ് അങ്ങനെ പറഞ്ഞത്. ഇതിൻ്റെ ലാജിക്ക് എനിക്കൊന്നും മനസ്സിലാണ്. ഇതൊരു വലിയൊരു തമാശയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒന്ന്. രണ്ടാമത്, ഈ സംവരണത്തിൽ വരുന്നവർക്കൊക്കെ കമ്പീറ്റൻസി കുറച്ച് കുറവാണ്, അത് നമ്മുടെ ദേശത്തിനെ ഭയങ്കര ബാധിക്കുമെന്നുള്ള ഒരു പൊതു കംപ്ലൈൻ്റ് ഉണ്ട്. ഞാൻ ചോദിക്കുകയാണ്, ഈ EWS എന്നൊരു 10% വരുന്നവർ ഈയിടയ്ക്ക് കുറച്ച് ചില കണക്കിലിട്ടിരുന്നു. ആ കണക്കനുസരിച്ച് SC STക്ക് മിനിമം കട്ട് ഓഫ് മാർക്കിനേക്കാളും വളരെ കുറഞ്ഞ മാർക്കാണ് EWSന് കട്ട് ഓഫ് മാർക്ക് വന്നത് സെൻട്രൽ ഗവൺമെൻറ് ചില തസ്തികകളിൽ. ഞാനത് വായിച്ചാണ്, അതിൻ്റെ ഫിഗറൊക്കെ കറക്റ്റാக ഓർമ്മയില്ല, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അപ്പോൾ ഈ EWSകാർ SC STയേക്കാളും വളരെ കട്ട് ഓഫ് മാർക്ക് കുറഞ്ഞ തരത്തിൽ അവർ സെലക്റ്റായി വന്നാൽ അവരുടെ ഈ കമ്പിറ്റൻസിയും അവർ ജോലി ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഭയങ്കര നഷ്ടമുണ്ടാകുന്നൊന്നും ആരും പറയുന്നില്ല. അവരൊക്കെ വളരെ മെറിറ്റോറിയസ് ആണ്, ഏറ്റവും കുറഞ്ഞ മാർക്കിൽ വന്നാലും. അപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ നമ്മൾ തന്നെ നമുക്ക് കുഴി തോണ്ടുക എന്നുവെച്ചാൽ നമ്മുടെ ഈ SC ST വിഭാഗത്തിലുള്ളവരും ഈ എല്ലാ റിസർവേഷനും അനുഭവിക്കുന്ന ആൾക്കാർ തന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് അവർ കുറേ പേരെ പറഞ്ഞ് എന്തെങ്കിലും അവർക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് കാണും. ഇതുകൊണ്ടാണ് ഇതൊക്കെ വളരെ മറ്റു പാർട്ടികൾ അതിനെ അഡ്വാൻറ്റേജ് എടുക്കുന്നത്. ഒരു ചെറുതായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. എൻ്റെ സുഹൃത്താണ് ഉദയൻ. ഞാൻ AG's ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. നിങ്ങൾക്കറിയാൻ പാടില്ലാത്തൊരു കാര്യം, സെൻട്രൽ ഗവൺമെൻറ്റിൽ നമ്മൾ എൻട്രി പോസ്റ്റിൽ കൊടുക്കുന്ന പോലെ തന്നെ സംവരണം പ്രൊമോഷൻ പോസ്റ്റുകളിലും ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ അങ്ങനെയില്ല. ഈ എൻട്രി പോസ്റ്റുകളിലെ പ്രൊമോഷൻ പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പരീക്ഷയുണ്ട്. ആ പരീക്ഷയിൽ നമുക്ക് സംവരണം കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് മാർക്ക് കുറവാണ് കൊടുക്കുക. അതാ പറഞ്ഞു. അല്ല, അങ്ങനെ വരുമ്പം അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനറലി അങ്ങനെ ഒരു അതിനോട് എതിർപ്പുള്ള ആളുകളുണ്ടേ വരുന്നു. ഫലത്തിൽ എന്ത് പറ്റും, എത്ര എഫിഷ്യൻ്റായിട്ടുള്ള ഒരു SC STക്കാരനാണെങ്കിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ചെയ്താൽ അത് പർവ്വതീകരിക്കപ്പെടും. അത് ഇതുകൊണ്ടാണ്. അങ്ങനെ അതാ പറഞ്ഞേ അതെ അത് തന്നെ അത് ഇന്ത്യക്ക് മൊത്തമുള്ള അതെ ഇന്ത്യയുടെ മൊത്തം കുഴപ്പമാണല്ലോ അത്. ഇന്ത്യയുടെ മൊത്തം കുഴപ്പമാണല്ലോ അത്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ സംഭവിക്കുന്നത്. അതിനെ ഞാൻ ന്യായീകരിക്കുകയല്ല. പിന്നെ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞാൽ, ഇദ്ദേഹം താങ്കൾ പറഞ്ഞതുപോലെ ജാതിയിൽ ഉന്നത സ്ഥാനീയനൊന്നുമല്ല, എങ്കിൽ പോലും പുള്ളിയുടെ സ്ട്രാറ്റയിൽ താഴെയുള്ള ആളെ കല്യാണം കഴിച്ച ആളാണ്. ജീവിതത്തിൽ പകർത്താൻ ധൈര്യം കാണിച്ച ഒരാളാണ്. അതല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ. നമ്മളെല്ലാവരും ചേരില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഇങ്ങനെ അവിടെ തന്നെ താഴ്ത്തി കെട്ടി പറയുമ്പോൾ ഈ ഉദയം പറഞ്ഞതുപോലെ നമ്മൾ സ്വയവും കുറച്ച് ശ്രമിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു ബോധം എനിക്കുണ്ട്. അത് സാറ് പറഞ്ഞതുപോലെ ആദ്യം സാറ് പറഞ്ഞതുപോലെ നമ്മൾ സ്വയം കുറച്ച് ശാക്തീകരിക്കേണ്ടതുണ്ട്. അതിനോട് എനിക്ക് എല്ലാവരുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ടും കൊടുക്കണം. അല്ലാതെ ആരും ജന്മന മോശക്കാരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഓക്കെ, നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം. ഇതൊക്കെ പൊതു സംവാദമായിട്ട് നിൽക്കട്ടെ. നമുക്ക് അടുത്ത കാലങ്ങളിൽ നമുക്ക് വീണ്ടും ചർച്ചകളിലേക്ക് പോവാം. ഇത് കാണാണല്ലോ. അപ്പം കൺക്ലൂഡ് ചെയ്യാം. പള്ളി സാറെ കൺക്ലൂഡിട്ട് പോവാം. എന്തായാലും ആരോഗ്യകരമായ ഒരു ചർച്ച നടന്നു. ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട്, ദൂരീകരിക്കേണ്ടതായിട്ടുണ്ട്, തെറ്റിദ്ധാരണകളുണ്ട്. ഇത് ഒരു ദിവസത്തെ ഒരു സെക്ഷൻ തന്നെ വെക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കാര്യം വെച്ചാൽ ഒത്തിരി തെറ്റിദ്ധാരണകൾ അതിൽ നിലനിൽക്കുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇതിൽ എന്തായാലും ഈ സംവരണത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഇങ്ങനെ അപ്പുറം നിന്ന് വടമരിക്കേണ്ട കാര്യമില്ല. ഇത് ചർച്ച ചെയ്ത് നമ്മൾക്ക് ഒരു സമവായത്തിൽ എത്താവുന്ന കാര്യങ്ങളുള്ളൂ. തെറ്റിദ്ധാരണകൾ മാറ്റി
ഈ നാരായണഗുരുവിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അതായത് നമ്മൾ സംവാദം എന്ന് പറയുമ്പോഴത്തേക്ക് ബാധിക്കാനും ജയിക്കാനും അല്ല, അത് അറിയാനും അറിയിക്കാനും എന്നുള്ള ഒരു സങ്കല്പമുണ്ട്. ആ രീതിയിൽ ഇനി സംവാദങ്ങളെ കാണണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാവർക്കും നന്ദി. താങ്ക് യു.